ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് കാരണമായ രോഗം തലവേദനയും അതുപോലെ തന്നെ പനിയാണ്. ഒരു 2 ആളുകൾക്ക് ഏൽക്കുന്ന പനിയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഒരു നേതാവിന് ഏറ്റത് എന്ന് ചരിത്രത്തിൽ കാണാം. ആ പനി ബാധിച്ച് തലവേദന ബാധിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്താണ് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ വിളിക്കുകയാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായോട് 2 സ്വകാര്യം മെല്ലെ പറയുന്നു. ആരും കേൾക്കാത്ത വിധത്തിൽ 2 സ്വകാര്യം പറയുന്നു. ഒന്നാമത്തെ സ്വകാര്യത കേട്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കരഞ്ഞുപോയി. ഒരൽപനേരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ ഒരു സ്വകാര്യത പറഞ്ഞു, ഒരു രഹസ്യം പറഞ്ഞു. ആ സ്വകാര്യത കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ചിരിച്ചുപോയി. ഈ രഹസ്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരവിടെയുണ്ട്. ഈ പറയുന്ന ഓരോ ചരിത്രം നമ്മുടെ മനസ്സിൽ കുത്തിവെക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരവിടെയുണ്ട്. ഏറ്റവും മുന്നിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ അവിടെയുണ്ട്. ഈ ചരിത്രം കേൾക്കുമ്പോൾ എന്തൊക്കെ മനസ്സിൽ ഉഖ്റവിയും ദുനിയവിയോ ആഗ്രഹമുണ്ടോ അതൊക്കെ മനസ്സിൽ ഇരുത്തിയിട്ട് കേൾക്കുക. മുത്തുനബി തങ്ങളെ മൗലിദാണിത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൗലിദ് കേൾക്കേണ്ടുന്ന രൂപത്തിൽ നല്ല നിയത്തോടുകൂടെ കേട്ടാൽ, മനസ്സിൽ എന്ത് നിയത്ത് വെച്ചിട്ടാണോ കേൾക്കുന്നത് ആ നിയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു തരും. രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. ചെയ്യുന്നതിലെല്ലാം അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറവുമാകുന്ന 2 ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു സാധുക്കളായ നമ്മെ പെടുത്തി തരുമാറാവട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ മെല്ലെ വീക്ഷിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ വിളിക്കുമ്പോൾ ഫാത്തിമ ബീവി അടുത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട മകളായ ഫാത്തിമയുടെ കയ്യെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു. എന്നിട്ട് മകളുടെ കയ്യങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാകുന്ന മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് നബി തങ്ങൾ ഇരുത്തി. എന്നിട്ടാണ് ഈ 2 സ്വകാര്യതകൾ പറയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല ഫാത്തിമ, എന്താണ് നബിതങ്ങൾ ബാപ്പ നിങ്ങളോട് രഹസ്യം പറഞ്ഞത്? എന്താണ് സ്വകാര്യത പറഞ്ഞത്? ഒന്നാമത്തെ രഹസ്യം കേട്ടപ്പോൾ കരഞ്ഞുപോയി. രണ്ടാമത്തെ രഹസ്യം കേട്ടപ്പോൾ ചിരിച്ചുപോയി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രഹസ്യം? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പൊ പറയാനായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഞാൻ പറയില്ല, അതെനിക്ക് പറയാൻ കഴിയില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും വന്ന് ചോദിക്കുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട്. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വരെ ചിരിച്ചിട്ടില്ല. ആ മകളുടെ മുഖത്ത് ചിരി കണ്ടിട്ടില്ല. എങ്ങനെ ചിരിക്കാൻ കഴിയും? ബാപ്പ ഇല്ലാത്ത ദുനിയാവിൽ എങ്ങനെയാണ് ആ മുഖത്ത് ചിരി കാണാൻ കഴിയുക? ചരിത്രത്തിൽ കാണാം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് വഫാത്താകുന്നത് വരെ ആ മുഖത്ത് ചിരി കണ്ടില്ല. വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്ന് ചോദിച്ചു, ഇപ്പ പറയുമോ എന്താണ് നബി തങ്ങൾ പറഞ്ഞ ആ രണ്ട് രഹസ്യമെന്ന് പറയുമോ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ രഹസ്യം എന്റെ ബാപ്പ എന്നോട് പറഞ്ഞത് അന്നഹു മയ്യിത്തുൻ, എന്റെ ബാപ്പ മരിക്കാൻ പോകുന്നു എന്നാണ്. എന്റെ ബാപ്പ മരിക്കാൻ പോകുന്നു എന്നാണ് എന്റെ ബാപ്പ എന്നോട് ഒന്നാമത്തെ രഹസ്യം പറഞ്ഞത്. ആ ബാപ്പ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഫബകൈതു, എന്റെ ബാപ്പാന്റെ മരണം എനിക്ക് താങ്ങാൻ കഴിയില്ല. ഇത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പിതാവല്ലല്ലോ ജനങ്ങളെ മരിക്കുന്നത്. ഇതാരാ മരിക്കുന്നത്? ലോക നേതാവാണ്. ലോക നേതാവ് വഫാത്തായാൽ ലോകമൊട്ടാകെ കറുത്തിരുണ്ടുപോയി. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോ ആ മദീനക്ക് നല്ല വെളിച്ചം കിട്ടിപ്പോയി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ മദീനക്ക് ഇരുട്ട് പിടിച്ചു പോയി. ആ നേതാവ് വഫാത്താകുന്നു എന്ന് കേട്ടപ്പോ ഫബകൈതു, ഞാനങ്ങ് കരഞ്ഞുപോയി. ഇനി രണ്ടാമത്തെ ഒരു രഹസ്യം എന്നോട് എന്റെ ബാപ്പ പറഞ്ഞത്, മോളെ കരയണ്ട ഫാത്തിമ, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ മകൾ കരയുകയാണല്ലോ. കരയണ്ട മോളെ. എന്തേ കാരണം? ഇന്നകി അവ്വലു അഹ്ലി ലുഹൂഖൻ ബിഹി, മോളെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരിക്കുന്നത് നീയായിരിക്കും. ഞാൻ മരിച്ചാൽ എന്റെ മരണത്തിന് ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരിക്കുന്നത്, എന്നിട്ട് എന്നോട് വന്നിട്ട് ആദ്യമായി ചേരുന്നത് എന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നിങ്ങളായിരിക്കും. രണ്ടാമത്തെ സ്വകാര്യം നിബിതങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ ഫളഹിഖ്തു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കങ്ങ് കേട്ടപ്പോൾ ഞാനങ്ങ് ചിരിച്ചുപോയി. ഞാനങ്ങ് സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി. എന്തേ കാരണം? കാരണം എന്റെ കുടുംബത്തിൽ എത്ര ആളുകളാണുള്ളത്, അവരെല്ലാം ഉണ്ടായിട്ട് പോലും ആദ്യമായി മരിച്ചിട്ട് എന്റെ ബാപ്പാനോട് പോയി ചേരാൻ അല്ലാഹു ഭാഗ്യം തന്നത് എനിക്കാണല്ലോ. ഇത് ഓർത്തുകൊണ്ട് ഞാനങ്ങ് ചിരിച്ചുപോയി. സഹോദരങ്ങളെ, ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ വഫാത്താകാൻ അടുക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇനിയുള്ള ഓരോ നിമിഷങ്ങൾ വഫാത്തിനോട് അടുത്ത സമയമാണ്. ആ വഫാത്ത് അടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട 2 പേര് തങ്ങളുടെ അരികിൽ വന്നു. വന്നിട്ട് പറഞ്ഞു, നബിയേ, അൻസാറുകളായ സ്വഹാബത്ത് മദീനയിൽ കരയുന്നുണ്ട് നബിയേ. അപ്പൊ നബി തങ്ങൾ ഇവരോട് ചോദിച്ചു, എന്തിനാണ് ഈ സ്വഹാബത്ത് മദീനത്തെ പള്ളിയിൽ കരയുന്നത്, എന്തിനാ? അപ്പൊ ഈ വന്ന സ്വഹാബത്ത് പറഞ്ഞു, യഖാഫൂന അൻ തമൂത,
യഖാഫൂന അൻ തമൂത, നബിയെ തങ്ങൾ മരിക്കുമെന്നവർക്ക് പേടിയാണ്, തങ്ങൾ മരിക്കുമെന്നവർക്ക് പേടിയാണ്. അത് കേട്ടിട്ട് അവർ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് കരയുകയാണ്. നബിയേ, ഈ വന്ന രണ്ട് സ്വഹാബത്തിന്റെയും കൈപിടിച്ച്, അതിൽ ഒന്നാരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മറ്റൊന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ രണ്ട് പേരെ കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള മദീനത്തെ പള്ളിയിലങ്ങ് എത്തി. മുത്തുനബി തങ്ങളുടെ തലയിൽ ഒരു കെട്ട് കാണാം. തലവേദനയുണ്ടായപ്പോ അതിൽ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി കെട്ടിയ കെട്ടാണത്. എന്നിട്ടതാ മിമ്പറിൽ കയറുന്നു, മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ കയറുന്നു. അവിടുന്നൊരു വലിയ പ്രഭാഷണം നടത്തുകയാണ്. ലോകത്ത് എത്ര വലിയ പ്രഭാഷണം നടത്തുന്ന ആളുണ്ടെങ്കിലോ, ലോകത്ത് എത്ര ആളുകൾ ഒരുമിച്ച് കൂടുന്ന വാള് പറയുന്നവരുണ്ടെങ്കിലോ, ഹബീബായ നബിതങ്ങളുടെ വാളിനെ കവിച്ചു വെക്കുന്ന ഒരു വാള് വേറെയുണ്ടോ? തങ്ങളുടെ പ്രഭാഷണത്തെ കവിച്ചു വെക്കുന്ന ഒരു പ്രഭാഷണം വേറെയുണ്ടോ? മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ഞാൻ മരിക്കുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ കരയുകയാണോ സ്വഹാബത്തെ? എന്തിനാണ് നിങ്ങൾ കരയുന്നത് സ്വഹാബത്തെ? അവിടെ വെച്ച് നബി തങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സ്വഹാബത്തിനോട്. അഹൽ ഖുല്ലിദ അഹദുൻ മിമ്മൻ ബുഇസ ഖബ്ലി, എനിക്ക് മുമ്പ് വന്നവരാരെങ്കിലും ഇവിടെ കാലാകാലം ജീവിച്ചിട്ടുണ്ടോ സ്വഹാബത്തെ? ഞാൻ മരിക്കുമെന്ന് നിങ്ങൾ കേട്ടപ്പോൾ കരഞ്ഞുപോയല്ലോ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വന്നുപോയ എത്രയോ അമ്പിയാക്കളില്ലേ, മുർസലീങ്ങളില്ലേ, അവരാരെങ്കിലും മരിക്കാതെ ഇവിടെ ബാക്കിയുണ്ടോ സ്വഹാബത്തെ? എല്ലാവർക്കും ഒരു നാള് മരണമുണ്ട്. മുത്തുനബി തങ്ങൾ വഫാത്തായില്ലേ? വാള് പറയുന്ന നൗഫൽ സഖാഫിക്ക് ഒരു ദിവസം മരണമുണ്ട്. നൗഫൽ സഖാഫിയുടെ വാള് കേൾക്കുന്നവർക്കൊരു ദിവസം മരണമുണ്ട്. ഓരോരുത്തരും ലോകത്തോട് വിട പറയാൻ ഒരു നാളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നി ലാഹിഖും ബിറബ്ബി, ഞാൻ എന്റെ റബ്ബുമായി ചേരുകയാണ് സ്വഹാബത്തെ, ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങുകയാണ് സ്വഹാബത്തെ. പക്ഷേ നിങ്ങൾക്ക് സങ്കടം തോന്നണ്ട, നിങ്ങൾ ബേജാറാകണ്ട. എന്തേ കാരണം? വഖദ് തറക്തു ഫീകും മാ, ഞാൻ വഫാത്താകുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് സ്വഹാബത്തെ. ഇൻ തമസ്സക്തും ബിഹി ലം തദുല്ലൂ, ആ ഒരു കാര്യം നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ, അത് വിടാതെ കൈവിടാതെ അത് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിച്ചാൽ സ്വഹാബത്തെ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കൂല്ല. ഏതാണ് ആ ഒരു കാര്യമെന്നറിയുമോ? കിതാബല്ലാഹ്. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, നൗഫൽ സഖാഫിയുടെ ഒരു ദിവസത്തിന്റെ വാലിൽ ഒരുപാട് കരയാൻ പറ്റിയ ചരിത്രങ്ങൾ ഉണ്ടാകും, ഒരുപാട് ചിരിക്കാൻ പറ്റിയ ഡയലോഗുകൾ ഉണ്ടാകും. ഇന്നലെ ഞാൻ ജാരികബയില് നാള എന്ന സ്ഥലത്ത് വാലിന് പോയപ്പോ, വാലിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ഒരു പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട്. ഏകദേശം എന്റെ ഉമ്മാമയുടെ പ്രായം വരും ആ ഉമ്മാക്ക്. ഞാനതാ റൂമിലിരിക്കുന്ന സമയത്ത് ആ ഉമ്മാമ മെല്ലെ മകന്റെ കൂടെ എന്റെ റൂമിൽ വന്നു. മകൻ കൂടെയുണ്ട്. ഈ ഉമ്മാമ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ വാള് കേൾക്കാതെ ഒരു ദിവസവും ഞാൻ ഉറങ്ങാറില്ല. എന്നിട്ട് ഞാൻ എന്നും കിടക്കുമ്പോ നിങ്ങളെ വാള് കേൾക്കൂ.
നിങ്ങൾ നക്കിണിക്ക് ഭാഷയിൽ പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകൂ. എന്നിട്ടതാ എന്റെ തലഭാഗത്ത് ഞാൻ മൊബൈല് വെച്ചിട്ടാണ് കിടക്കുക. ഉമ്മമാരെ, തലഭാഗത്ത് മൊബൈല് വെച്ച് കിടക്കരുത്. ഇന്നലെ ഞാൻ നാളെയിൽ പറഞ്ഞു, ഒരിക്കലും വാല് കേട്ട് തലഭാഗത്ത് മൊബൈല് വെച്ച് കിടക്കരുത്. വാല് കേട്ട് കിടക്കുമ്പോൾ മൊബൈല് ദൂരെ വെച്ച് കിടക്കണം. നിങ്ങളുടെ തലഭാഗത്ത്, തലയിണ ഭാഗത്ത്, തലഭാഗത്ത് വെച്ച് കിടക്കരുത്. ബ്രെയിൻ ട്യൂമർ വന്നാൽ ആരാണ് ഉത്തരവാദി? ഉമ്മമാരെ, നിങ്ങളുടെ തലഭാഗത്തുള്ള ഞരമ്പ് പൊട്ടിപ്പോയാൽ ആരാണ് ഉത്തരവാദികൾ? ഉമ്മമാരെ, നിങ്ങൾ മാനസിക രോഗികളായി പോയാൽ ആരാണ് ഉത്തരവാദികൾ? ഉമ്മമാരെ, ഇന്നലെയും ഞാനിവിടെ പറഞ്ഞു, ഈ ഉമ്മ കേൾക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ഈ ഉമ്മയല്ലേ പറഞ്ഞത് എന്നോട് തലഭാഗത്ത് എന്റെ മൊബൈൽ ഉണ്ടാകൂ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പ ഈ ഉമ്മ എന്നോട് പറഞ്ഞു, നിങ്ങള് ഉസ്താദേ, നിങ്ങളെ വാല് കേൾക്കുമ്പോ മടി വരൂല്ല. കാരണം ഒരുപാട് തമാശ നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ സദസ്സിൽ എനിക്ക് തമാശ പറയാൻ പറ്റൂല. ഇന്നത്തെ വാലിൽ ഈ സദസ്സിലുള്ള ഒരാളും എന്റെ ഭാഗത്ത് നിന്ന് തമാശ പ്രതീക്ഷിക്കണ്ട. ലൈവാടി എന്റെ വാല് കേൾക്കുന്ന സഹോദരങ്ങളെ, സ്നേഹജനങ്ങളെ, ഇന്ന് ഒരാളും തമാശ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ തമാശ കേൾക്കാനാണ് ലൈവിന്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ലൈവ് ബന്ദ് ചെയ്ത് തിരിച്ചു പോകാം. എങ്ങനെയാണ് തമാശ പറയാൻ കഴിയുക? ഇന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ രംഗങ്ങളല്ലേ പറയാനുള്ളത്. ഈ പറയുന്ന വേളയിൽ തമാശ പറയാൻ കഴിയോ? അത് പറയുന്ന മുസ്ലിയാരിന്റെ നാക്കിലൂടെ തമാശ വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, ഞാൻ ഇവിടുന്ന് വഫാത്തായി പോവാണെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ ബാക്കി വെച്ചിട്ടല്ലേ ഞാൻ പോകണത്. ആ ഒരു കാര്യം നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ലം തദില്ലു, നിങ്ങൾ ഒരിക്കലും പിഴക്കൂല്ല സ്വഹാബത്തെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു. ഏതാണ് ആ മുറുകെ പിടിക്കേണ്ടുന്നത് എന്നറിയോ? കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കണം. എങ്ങനെയാണ് മുറുകെ പിടിക്കുക? അതിന്റെ ഒരു രൂപം, ഒരു പ്രധാനപ്പെട്ട പ്രത്യേകമായ ഒരു ഇബാദത്ത് ഇന്നത്തെ സദസ്സിൽ ഞാൻ അങ്ങ് പറയാം. കുറെ ചരിത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, കുറെ കരയിപ്പിച്ചിട്ട് കാര്യമില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും അമല് വേണം ഒരു വാല് കേൾക്കുമ്പോൾ കിട്ടേണ്ടത്. ഇന്നത്തെ സദസ്സിൽ ഒരു തീരുമാനം എടുക്കുക. പുരുഷന്മാര് തീരുമാനം എടുക്കുക, സ്ത്രീകളും തീരുമാനം എടുക്കുക. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ബറക്കത്ത് വേണം, വീടുകളിൽ ബറക്കത്ത് വേണം, മക്കളിൽ ബറക്കത്ത് വേണം. നല്ലൊരു കാര്യം തീരുമാനിക്കുക. എന്താ തീരുമാനം എന്നറിയോ? എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നിങ്ങൾ ഖുർആൻ ഓതുക. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ ഓതുന്ന ഖുർആൻ കേൾക്കണം. എന്നിട്ട് ഉടനെ ഒരു 5 മിനിറ്റ് ഭാര്യയോട് പറയണം. മുസാഫ് ഭാര്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, നീ ഓത് ഖുർആൻ, ഒരു 5 മിനിറ്റ് ഞാൻ കേൾക്കട്ടെ. ഒരു 2 കടലാസ് ഭർത്താവ് ഖുർആൻ ഓതുക, ഭാര്യ അടുത്തിരിക്കുക, ഭാര്യ കേൾക്കട്ടെ ഖുർആൻ ഭർത്താവ് ഓതുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഒരു 2 കടലാസ് ഭാര്യ ഖുർആൻ ഓതട്ടെ. ആ ഓതുന്ന ഖുർആൻ ഭർത്താവ് കേൾക്കട്ടെ. ഒരു ദിവസം 24 മണിക്കൂറാണ് അള്ളാഹു നമുക്ക് അവസരം തരുന്നത്. ഈ 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നേരം ഞാൻ ഖുർആൻ ഒരു 2 കടലാസ് ഓതുമ്പോൾ എന്റെ ഭാര്യ കേൾക്കണം. എന്റെ ഭാര്യ തൊട്ടടുത്തിരുന്ന് ഖുർആൻ ഒരു 2 കടലാസ് ഓതുമ്പോൾ ഭർത്താവ് 2 കടലാസ് ഖുർആൻ കേൾക്കണം. കാരണം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനും ഒരിക്കലും പിണക്കമില്ലാതിരിക്കാനും 2 പേരുടെ മനസ്സ് ഒന്നാകാനും 2 ആൾക്കിടയിൽ യോജിപ്പുണ്ടാകാനും പിണക്കങ്ങളില്ലാതിരിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് പരസ്പരം ഖുർആൻ ഓതുക, കേൾക്കുക. ഭാര്യ 2 കടലാസ് ഖുർആൻ ഓതുക, ഭർത്താവ് അത് കേൾക്കുക. ഭർത്താവ് 2 കടലാസ് ഖുർആൻ ഓതുക, ഭാര്യ അത് കേൾക്കുക. കാരണം ഖുർആൻ ഓതുന്നത് മാത്രമല്ല പ്രതിഫലമുള്ളത്, ഓതുന്ന ഖുർആൻ കേൾക്കുന്നത് പ്രതിഫലമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രായമുള്ള ഉപ്പമാരുണ്ടാകും, ഖുർആന് 30 ജുസ് കാണാൻ, 30 ജുസ് ഓതാൻ അവർക്ക് കഴിയില്ല, അവർ അതിന് മാത്രം പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഉപ്പമാരുണ്ട്. പ്രായമുള്ള ഉമ്മമാരുണ്ട്, അവർക്ക് 30 ജുസ് ഖുർആൻ ഓതാൻ അറിയില്ല, അവർ അതിന് മാത്രം പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ അത്തരക്കാരാണെങ്കിൽ ഞാൻ പറയട്ടെ, വീട്ടിൽ മക്കൾ ഉണ്ടാകും.
ഇതുപോലെ തന്നെ മദ്രസയിൽ പഠിക്കുന്ന പേരമക്കളുണ്ടാകും, പുള്ളിമാരുണ്ടാകും. പേരമക്കളോട് പറയാ, പുള്ളിമാരോട് പറയാ, നീ കുറച്ച് ഖുർആൻ ഓതു, ഞാൻ കേൾക്കട്ടെ. എന്നും ഓദിപ്പിക്കുക. ഒരു 3 കടലാസ് എന്നും നിങ്ങളുടെ പേരക്കുട്ടിയെ കൊണ്ട് ഓദിപ്പിക്ക്. എന്നിട്ട് അടയാളം വെക്ക്. ആദ്യം ഫാത്തിഹ മുതൽ പിന്നെ അൽ ബഖറ, എന്നും ഒരു 3 കടലാസ് നിങ്ങളുടെ പേരക്കുട്ടി ഖുർആൻ ഓതിത്തരട്ടെ, നിങ്ങളത് കേൾക്കട്ടെ. ഏതായാലും ഖുർആൻ ഫുള്ളായിട്ട് ഓതിട്ട് തീർത്തിട്ട് ഖത്തം പൂർത്തിയാക്കാൻ ചിലപ്പോൾ ഇൽമുണ്ടാകണമെന്നില്ല. കേട്ടിട്ടെങ്കിലും ഖത്തം പൂർത്തിയാക്കാൻ കഴിയുമല്ലോ, അതും ഒരു വലിയ പ്രതിഫലമാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, നിങ്ങൾ കുറച്ച് ഖുർആൻ ഓതുമോ, ഞാനൊന്ന് കേൾക്കട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, എന്തായി പറയുന്നത് നബിയെ, തങ്ങളിലല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, എന്നിട്ട് ഞാൻ തങ്ങൾക്ക് അങ്ങോട്ട് ഖുർആൻ ഓതി തരികേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാലും നിങ്ങൾ ഓതു, ഞാൻ കേൾക്കട്ടെ. വേറെ ഒരാൾ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി. ഉമ്മമാരെ, പെണ്ണുങ്ങളുടെ ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൻ നിസാ. സ്ത്രീകളുടെ സൂറത്താണിത്. സ്ത്രീകളുടെ കാര്യങ്ങൾ ഒരുപാട് വിശദീകരിച്ച് പറയുന്ന സൂറത്താണിത്. മദ്ഹുർ റസൂൽ പ്രഭാഷണം കഴിഞ്ഞാൽ ഇനി എന്റെ ആഗ്രഹം ഖുർആൻ പ്രഭാഷണമാണ്. ഇൻഷാ അല്ലാഹ് മരണം എപ്പോഴാണെന്ന് അറിയില്ല, പക്ഷെ മരിക്കുന്നതിന് മുമ്പായി പരിശുദ്ധ ഖുർആനിന്റെ പ്രധാനപ്പെട്ട ആയത്തുകൾ മുഴുവനും വഅള് പറയണം എന്നൊരാഗ്രഹമുണ്ട്. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഖുർആനിലെ സൂറത്തുൻ നിസായിലെ ഒരു ആയത്തുണ്ട്, വജിഇനാ നബിയേ വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഈ കാണുന്ന ജനങ്ങൾക്ക് മുഴുവനും സാക്ഷിയായി നാളെ പരലോകത്ത് തങ്ങളെ ഞാൻ കൊണ്ടുവരും നബിയേ എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഓതിയിട്ട് ആ ഭാഗത്തങ്ങ് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തല താഴ്ത്തി വെച്ചിട്ട് നിലത്തേക്ക് നോക്കിയിട്ടായിരുന്നു ഖുർആൻ ഓത്തുകേട്ടിരുന്നത്. എന്നിട്ട് ഒരൽപ്പം തല മുകളിലേക്ക് അങ്ങ് ഉയർത്തി വെച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 കണ്ണുകളും അതാ കണ്ണ് നിറഞ്ഞിട്ട് വെള്ളം ഇറ്റുകയാ, കണ്ണുനീരിറ്റുകയാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പ്രായമുള്ള ഉപ്പമാരെ, നമുക്കൊരുപാട് സമയങ്ങൾ ഒഴിവില്ലേ? വീട്ടിൽ കഴിയുന്ന പ്രായമുള്ള ഉമ്മമാര്, നിങ്ങൾ കേവലം മൊബൈലുകളിലൂടെ സമയം വെറുതെ കൊല്ലുന്നതിന് പകരം നിങ്ങൾ മൊബൈൽ കണ്ടോളൂ, സാരമില്ല. മജ്ലിസുകളിൽ പങ്കെടുത്തോളൂ, സാരമില്ല. അതിനെല്ലാം ഒരു ലിമിറ്റ് വെച്ചോ. പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൺമുന്നിലില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളെ വീട്ടിലുള്ള പേരക്കുട്ടിയില്ലേ, ആ പേരക്കുട്ടിയെ അടുത്തിരുത്തിയിട്ട് മോളെ ഒന്ന് ഖുർആൻ ഓതുമോ, ഉമ്മാമ ഒന്ന് കേൾക്കട്ടെടി, മോളെ ഒന്ന് ഖുർആൻ ഓതുമോടി, ഉമ്മാമ ഒന്ന് കേൾക്കട്ടെ. മദ്രസയിൽ പഠിക്കുന്ന പേരക്കുട്ടി അങ്ങ് ഖുർആൻ ഓതുമ്പോ ഒരു ദിവസം ഒരു 3 കടലാസ് നിങ്ങൾ കേൾക്കുക. എന്നിട്ട് മനസ്സിൽ ഒരു നിയത്ത് വെക്കുക, മരിക്കുന്നതിന് മുമ്പായി ഖുർആൻ ഫുള്ളായിട്ട് എന്റെ പേരക്കുട്ടി ഓതുന്നത് എനിക്കൊന്ന് കേൾക്കാൻ കഴിയണേ. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ആ ഖുർആൻ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കൂല. എന്നിട്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ ഒരുങ്ങുകയാണ്, മരിക്കാൻ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ജമാഅത്ത് നിസ്കാരത്തിനും മദീനത്തെ പള്ളിയിൽ ആരാണ് ഇമാമത്ത് നിന്നിരുന്നത്? ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ. പിന്നീട് നബി തങ്ങൾക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല.
ചെറുപ്പക്കാരാ, ഒരു ചെറിയ തലവേദന വന്നപ്പോഴേക്ക് സുബഹി ജമാഅത്തിന് ഇവനെ കാണുന്നില്ല, സുബഹി നിസ്കാരത്തിന് ഇവനെ കാണുന്നില്ല. ബാക്കി എല്ലാത്തിനും വലിയ ഉഷാറാണ് ഇവൻ. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ വീടുകൾ ഉണ്ടായിട്ട് സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരാത്ത എത്ര ആണുങ്ങളാ ഉള്ളത്, എത്ര പുരുഷന്മാരാ ഉള്ളത്. പള്ളിയുടെ തൊട്ടടുത്താണ് വീട്. അതിനേക്കാളും വലിയ ഭാഗ്യം വേറെ വല്ലതുമുണ്ടോ? പള്ളിയുടെ തൊട്ടടുത്ത് വീടുണ്ടായിട്ട് സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരാത്ത ആരെല്ലാം ഉണ്ടോ, അവരെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയാനില്ലേ? നിങ്ങൾ കിടന്നുറങ്ങിയതിന്, കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയത് കണക്ക് പറയാനില്ലേ പുരുഷന്മാര്? സ്ത്രീകളോട് പറയുകയാ, സുബഹി ജമാഅത്തിന് പുരുഷന്മാരെ പള്ളിയിലേക്ക് വിളിച്ചു ഉണർത്തിയിട്ട് പറഞ്ഞയക്കാത്ത പള്ളി പരിസരത്തുള്ള വീടുകളിൽ കഴിയുന്നവരില്ലേ? ഞാൻ നമ്മുടെ ഈ പള്ളിയുടെ കാര്യമല്ല പറയുന്നത്. ഇവിടത്തെ പള്ളി പരിസരത്തുള്ള പുരുഷന്മാര് സുബഹി ജമാഅത്തിന് വരുന്നുണ്ട്. അതേ സമയത്ത് എത്ര പള്ളി പരിസരത്തുള്ള വീടുകൾ, സുബഹി ജമാഅത്തിന് പരിസരത്തുള്ള വീട്ടുകാര് സുബഹി ജമാഅത്തിന് വരുന്നില്ല. ആ വീട്ടിലെ ഭാര്യമാരോ ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് സുബഹി ജമാഅത്തിന് പറഞ്ഞേക്കുന്നില്ല. ശരിക്കും കേൾക്കൂ, പള്ളിയുടെ പരിസരത്ത് വീടുകളുള്ള സ്ത്രീകളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭർത്താവ് സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ നീ നാളെ റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. ഉമ്മ എഴുതി വെച്ചോ, കണക്ക് പറയേണ്ടി വരൂ. അതേ സമയത്ത് ഭർത്താവിനെ വിളിച്ചുണർത്തി, ഭർത്താവ് വരുന്നില്ല. ഭർത്താവിനെ വിളിച്ചുണർത്തി, എല്ലാ നിലക്കും വിളിച്ചുണർത്തി. ഇനി അടി കൊടുക്കാൻ മാത്രം ബാക്കിയുള്ളൂ, വേറെ ഒന്നും ബാക്കിയില്ല. ഇയാൾ എണീറ്റ് വരണില്ല. എന്നാ പിന്നെ ഇയാളാണ് ഇതിന്റെ ഉത്തരവാദി. ഭാര്യ ഒന്നും പറയാനില്ല. ഭാര്യ രക്ഷപ്പെട്ടു, ഭാര്യ ഉത്തരവാദിത്വം ചെയ്തു. സുബഹി ജമാഅത്തിന് വിളിച്ചുണർത്തി പോകാൻ, ഇയാള് പോയില്ല. അപ്പൊ ആരാ കുറ്റക്കാരൻ? ഇയാളാണ്. മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കുന്നു. പിന്നീട് മുത്തുനബി തങ്ങൾക്ക് പോകാൻ കഴിയില്ല. അപ്പ നബി തങ്ങൾ തന്റെ സ്ഥാനത്ത് പിൻഗാമിയായി ഒരാളെ കണ്ടുവെച്ചു. ആരാണ് പിൻഗാമി? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സിദ്ദീഖ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇമാമത്തായി നിൽക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, എന്റെ ബാപ്പ ഖുർആൻ ഓത്ത് കേട്ടാ കരയും. കസീറൽ ബുക്കായി ഇദാ ഖറഅൽ ഖുർആന, ഖുർആൻ ഓത്ത് കേട്ടാൽ കരയും, ഓതിയാ കരയും. അപ്പൊ അങ്ങനത്തെ ബാപ്പാനെയാണോ ഇമാമത്ത് നിൽക്കാൻ പറയണത്? പിന്നിലുള്ള മാമുങ്ങൾക്കൊക്കെ വസ്വാസാവും നബിയെ, എന്റെ ബാപ്പാനോട് പറയണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പെണ്ണുങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. പണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ചതിക്കാൻ പോയ വിഭാഗമാണ് പെണ്ണുങ്ങള്. അതുകൊണ്ട് പെണ്ണിന്റെ വാക്ക് കേട്ടാ പറ്റൂല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഞാൻ ഇമാമത്ത് നിൽക്കേണ്ടുന്ന സ്ഥലത്ത് എന്റെ ശിഷ്യനായ ഒന്നാം ഖലീഫയായി വരാൻ പോകുന്ന സയ്യിദുനാ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ എന്റെ സ്ഥാനത്ത് ഇമാമത്ത് നിൽക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചു. ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, മദീനത്തെ പള്ളിയിലെ സുബഹി ജമാഅത്ത് കാണുന്നു. മുത്തുനബി തങ്ങൾ റൂമിൽ നിന്ന് മെല്ലെ കർട്ടൻ അങ്ങ് തുറന്നു വെച്ചു. എന്നിട്ട് ഉള്ളിലേക്കൊന്ന് നോക്കി, പള്ളിയുടെ ഉള്ളിലേക്ക്. എന്തൊരു രംഗമാണ്! സുബഹി ജമാഅത്ത് മദീനത്തെ പള്ളി നിറഞ്ഞുപോയി. സുബഹി ജമാഅത്ത് മദീനത്തെ പള്ളി നിറഞ്ഞുപോയി. സിദ്ദീഖുൽ അക്ബർ തങ്ങളാകുന്ന പിൻഗാമി ഇമാമ മദീനത്തെ സ്വഹാബത്ത് മഅ്മൂമികളാ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, മദീനത്തെ പള്ളിയിലുള്ള ജമാഅത്ത് നിസ്കാരത്തേക്ക് നബി തങ്ങൾ നോക്കിയപ്പോ ഫതബസ്സമ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി. എന്റെ അനുയായികൾ സുബഹി ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാണോ? ഈമാനുള്ള
ചെറുപ്പക്കാരാ, മജ്ലിസിൽ വന്ന് പങ്കെടുക്കുന്നതിനേക്കാളും ഹബീബായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണെന്നറിയോ? മജ്ലിസിൽ വന്ന് പങ്കെടുത്തോ, ജലാലിയയിൽ പങ്കെടുക്കണോ, ബുർദാ മജ്ലിസിൽ പങ്കെടുക്കണോ, എല്ലാ നല്ല നല്ല സദസ്സിൽ പങ്കെടുക്കണം. ഗീബത്ത് പറയുന്ന സദസ്സിൽ പോകരുത്, ആലിമീങ്ങളെ കുറ്റം പറയുന്ന സദസ്സിൽ പോകരുത്, തങ്ങന്മാരെ ചീത്ത പറയുന്ന സദസ്സിൽ പോകരുത്, തങ്ങന്മാരെ കുറ്റം പറയുന്ന സദസ്സിൽ പോകരുത്. ആ സദസ്സിൽ പോയി ചിരിച്ചു കൊടുക്കരുത്. മരിക്കുന്ന സമയത്ത് നാക്കിലൂടെ കെലിമ ചൊല്ലാൻ കഴിയില്ല. അതേ സമയത്ത് നല്ല നല്ല സദസ്സിൽ പോകണം, വേണ്ടാന്നല്ല. പക്ഷെ അതിനേക്കാളൊക്കെ നിബിധങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമേതാണെന്നറിയോ? സുബ്ഹി ജമാഅത്ത് നിങ്ങളെ തൊട്ടടുത്ത പള്ളിയിൽ നടക്കുമ്പോ പള്ളി നിറഞ്ഞ് കവിഞ്ഞു ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ആഫത്ത് എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ മുസീബത്ത് എന്താണെന്നറിയോ? പള്ളികൾക്ക് കുറവുകളില്ല, പള്ളികൾക്ക് കുറവുകളില്ല. പള്ളികൾ കൂടി വരികയാണ്. പള്ളികളുടെ നിലകൾ കൂടി വരികയാണ്. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരറബി തന്ന പൈസയുണ്ട്. 2-3 ദിവസം മുമ്പ് അബൂദാബിയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഒരു അറബി ലക്ഷങ്ങൾ പൈസ തന്നിട്ടുണ്ട് ഉസ്താദ്, അദ്ദേഹത്തിനൊരു പള്ളി വേണമെന്ന് പറയുന്നു. പക്ഷേ ആ പള്ളിയിൽ എപ്പോഴും ജനങ്ങൾ നിറഞ്ഞിട്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും ആവശ്യമുള്ള സ്ഥലമെന്ന് പറയുമോ? എനിക്ക് പറയാൻ ധൈര്യം കുറഞ്ഞു പോയി. ഇയാൾ എന്നോട് പറഞ്ഞതാ, അയാളെ പേരെന്റെ കയ്യിലുണ്ട്, അയാളെ മൊബൈൽ നമ്പറുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും, സാധേ ഞങ്ങൾക്കൊരു പള്ളി ആവശ്യമുണ്ട്, ആ അറബിനെല്ലാം ഞങ്ങൾക്ക് ഒപ്പിച്ചു തന്നാലോ? തോന്നാത്തവർ സദസ്സിലില്ല. പക്ഷെ ഈ വിളിച്ച ആൾ എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയോ? ആ പള്ളിയിൽ എപ്പോഴും ആളുകളും നിറഞ്ഞു നിസ്കരിക്കണോ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഏറ്റെടുക്കാൻ ധൈര്യം തോന്നിപ്പോയി. കാരണം പള്ളികളൊക്കെ ജോറായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു നിലയുള്ള പള്ളി 2 നിലയാകുന്നു, 2 നിലയുള്ള പള്ളി 3 നിലയാകുന്നു, 3 നിലയുള്ള പള്ളി 4 നിലയാകുന്നു. വീതി കുറവുള്ള പള്ളി വീതി കൂട്ടുന്നു, നീളം കുറവുള്ള പള്ളിയുടെ നീളം കൂട്ടുന്നു. പക്ഷേ ഒരു സ്വഫ് തന്നെ ഫുള്ളായി കാണുന്നത് വളരെ അപൂർവമാണല്ലോ. വെള്ളിയാഴ്ച മാത്രമല്ലല്ലോ പുരുഷന്മാര് പള്ളിയിൽ വന്ന് നിറഞ്ഞു കാണേണ്ടത്. സുബഹി ജമാഅത്തിന് കാണണ്ടേ, ളുഹ്ർ ജമാഅത്തിന് കാണണ്ടേ, അസർ ജമാഅത്തിന് കാണണ്ടേ, മഗ്രിബിനും ഇശായിനും കാണണ്ടേ. പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ടത് സ്ത്രീകളല്ലല്ലോ, പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ടത് പുരുഷന്മാരാണല്ലോ. സ്ത്രീകൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിലും ഇല്ലല്ലോ, ഒരു ഹദീസിലും ഇല്ലല്ലോ, ഒരു കിതാബിലും ഇല്ലല്ലോ. എന്നിട്ടും ചില ആളുകൾ ഭാര്യമാരെ തൊലച്ചുകൊണ്ടുപോയി പള്ളിയിൽ നിസ്കരിപ്പിക്കുന്നവരില്ല. അല്ലാഹു തആല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. പള്ളിയിൽ പുരുഷന്മാരല്ലേ നിറഞ്ഞു കാണേണ്ടത്, പള്ളിയിൽ പുരുഷന്മാരല്ലേ നിറഞ്ഞു കാണേണ്ടത്. പള്ളിയുടെ വീതി കൂട്ടുന്നു, പള്ളിയിലെ നിസ്കാരത്തിന് ആളെ കാണുന്നില്ല. തൊട്ടടുത്ത് വീട്ടിൽ കഴിയുന്നവർ പോലും സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നില്ല. പിന്നെ ദൂരെയുള്ള വീട്ടുകാരെ കുറിച്ച് പറയേണ്ടതുണ്ടോ? മദീനത്തെ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം കാണുമ്പോ, മദീനത്തെ പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം കാണുമ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി. നമ്മുടെ നാട്ടിലെ ഓരോ പള്ളിയിലെയും സുബഹി ജമാഅത്ത് കാണുമ്പോ മദീനത്തെ റൗള ശരീഫിൽ വിശ്രമിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കണം. നമ്മുടെ നാട്ടിലെ, നമ്മുടെ മഹല്ലിലെ ഓരോ പള്ളിയിൽ നടക്കുന്ന സുബഹി ജമാഅത്ത് കാണുമ്പോൾ ആ സുബഹി ജമാഅത്തിന് ചെറുപ്പക്കാരൊക്കെ വന്ന് പള്ളിയിൽ നിറഞ്ഞുപോയി. വാലിന്റെ സദസ്സിൽ മാത്രം നിറഞ്ഞാ മതിയോ? മജ്ലിസിന്റെ സദസ്സിൽ മാത്രം നിറഞ്ഞാ മതിയോ? പോരാ പോരാ,
ഈമാൻ അവിടെയാണ് റബ്ബ് തൂക്കുന്നത്, ഈമാൻ അവിടെയാണ് അല്ലാഹ് അളക്കുന്നത്. മജ്‌ലിസിലൊക്കെ വളരെ ജോറാണ്, സുബഹി ജമാഅത്തിന് ഇവനെ കാണുന്നില്ല. ഞാനിത് കിതാബ് അടിസ്ഥാനമാക്കിയിട്ടല്ലേ പറയുന്നത്, വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടല്ലല്ലോ. സുബഹി ജമാഅത്തിന് ഞാൻ പള്ളിയിലെത്തിയിരിക്കുമെന്നൊരു തീരുമാനമെടുത്തോ, ഇനി മരണം എപ്പോഴാണെന്നറിയില്ല. മരിക്കുന്നത് വരെ സുബഹി ജമാഅത്തിന് ഞാനതാ പള്ളിയിലെത്തിയിരിക്കൂ. ഞാൻ പള്ളിയിൽ സുബഹി ജമാഅത്തായി നിസ്കരിക്കുന്നത് കാണുമ്പോ മദീനത്തെ റൗള ശരീഫിൽ നിന്ന് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് കാണുകയാണ്. മദീനത്തെ പള്ളിയുടെ ഈ ജമാഅത്ത് നിസ്കാരം കണ്ട് മുത്തുനബി തങ്ങൾ ചിരിച്ചു. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, അങ്ങനെ ഒരു ചിരി നബി തങ്ങളെ മുഖത്ത് അതിന്റെ മുമ്പും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. എത്രയെല്ലാം നല്ലത് സ്വഹാബത്ത് ചെയ്തത് നബി തങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ സുബഹി ജമാഅത്തിന് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പിന്നിൽ മദീനത്തെ പള്ളിയിലെ സ്വഹാബത്ത് നിറഞ്ഞ് നിസ്കരിച്ച രംഗം കണ്ടപ്പോ നബിതങ്ങളുടെ മുഖത്ത് അതിന്റെ മുമ്പോ ശേഷമോ കാണാത്ത ഒരു പ്രത്യേകമായ സന്തോഷത്തിന്റെ ചിരി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖത്ത് ഞാനങ്ങ് കണ്ടുപോയി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ മിനിറ്റും മരണത്തോട് അടുക്കുകയാണ്, വഫാത്തിനോട് അടുക്കുകയാണ്. സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, നബിയേ മതാ അജലുക, എപ്പോഴാണ് തങ്ങളുടെ അവധി, എപ്പോഴാണ് മരണത്തിന്റെ അവധി, എപ്പോഴാണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, ദനൽ ഫിറാഖ്, സ്വഹാബത്തെ നിങ്ങളോട് വേർപിരിയാനുള്ള സമയം അടുത്തുപോയി, ഈ ലോകത്തോട് വിട പറയാനുള്ള സമയം അടുത്തുപോയി, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം അടുത്തുപോയി. വഇലൽ ജന്നത്തിൽ മഅവാ, അഭയകേന്ദ്രമായ സ്വർഗത്തിലേക്ക് തിരിക്കാൻ സമയം അടുത്തുപോയി. വഇലർ റഫീഖിൽ അഅ്ലാ, ഏറ്റവും വലിയ കൂട്ടുകാരനായ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ വാക്യം എന്തായിരുന്നു? ക്വിസ് ചോദ്യത്തിന് മറുപടി എഴുതാനല്ല പഠിക്കേണ്ടത്, നമ്മളിത് പഠിക്കണം. ഇപ്പൊ എല്ലാവരുടെ സ്റ്റേറ്റസുകളിൽ ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ കളിയുടെ വിഷയങ്ങളും വിവരണങ്ങളുമാണ് എല്ലാ സ്റ്റേറ്റസുകളിലും കാണുന്നത്. ഓരോരുത്തരുടെ സ്റ്റേറ്റസുകളിൽ അതാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരുടെ സ്റ്റേറ്റസുകളിൽ കാണുന്നത് മുഴുവനും അതാണ്, കാണുന്നത് മുഴുവനും അതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഓരോരുത്തരുടെ സ്റ്റേറ്റസുകളിൽ കാണുന്നത് അതാണ്. ഖത്തറിന്റെ ഫുട്ബോൾ ഉദ്ഘാടന സ്റ്റേജിൽ ആരെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്? ഒന്ന്, ഒരു കറുത്ത മനുഷ്യനെ കൊണ്ടാണ്. രണ്ടാമത്തത് അംഗവൈകല്യമുള്ള മനുഷ്യനെ കൊണ്ടാണ്. കറുത്തവനേക്കാൾ വെളുത്തവന് സ്ഥാനമില്ല, കൈയില്ലാത്തവനേക്കാൾ കൈയുള്ളവന് സ്ഥാനമില്ല. സ്ഥാനമുള്ളത് ആർക്കാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, ഭംഗിയുള്ളവന് ഭംഗിയില്ലാത്തവനേക്കാൾ സ്ഥാനമില്ല. ഓ വാല കേൾക്കുന്ന ഉമ്മമാരെ, വാല കേൾക്കുന്ന സഹോദരിമാരെ, സൗന്ദര്യമുള്ള സഹോദരിമാരെക്കാൾ, അതെ സൗന്ദര്യമില്ലാത്ത സഹോദരിമാരെക്കാൾ സൗന്ദര്യമുള്ള സഹോദരിമാർക്ക് സ്ഥാനമില്ല. കറുത്ത സഹോദരിമാരെക്കാൾ വെളുത്ത സഹോദരിമാർക്ക് സ്ഥാനമില്ല. അതേ ഭംഗി ഒരൽപ്പം കുറവുള്ള പെണ്ണിനെ കണ്ടപ്പോ നിങ്ങളതാ നിങ്ങളുടെ അതാ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നീയാണോ സൗന്ദര്യം, ഞാനാണോ സൗന്ദര്യം എന്ന് ചോദിക്കും
ചോദിക്കുന്ന ചില പെൺകുട്ടികളില്ലേ, സൗന്ദര്യം കുറഞ്ഞ പെൺകുട്ടികളെ കാണുമ്പോ നിസ്സാരപ്പെടുത്തുന്ന ചില പെൺകുട്ടികളില്ലേ? ചോദിക്കട്ടെ പെൺകുട്ടികളോട്, ചോദിക്കട്ടെ സഹോദരിമാരോട്, നീ കരുതിയത് നിന്റെ സൗന്ദര്യം കൊണ്ട് നിനക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ? ഇല്ല ഇല്ല. സൗന്ദര്യമില്ലാത്ത പെണ്ണിനേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണിന് സ്ഥാനമില്ല. സൗന്ദര്യമില്ലാത്ത പെണ്ണിനേക്കാൾ സൗന്ദര്യമുള്ള പെണ്ണിന് സ്ഥാനമില്ല. ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. തഖ്വയുള്ള പെണ്ണാണോ, ഖൽബിൽ അല്ലാഹുവിന്റെ പേടിയുള്ള പെണ്ണാണോ, ഏത് സമയത്തും റബ്ബിന്റെ ചിന്ത മനസ്സിൽ വെച്ച് നടക്കുന്ന പെണ്ണാണോ, ചിലപ്പോൾ നിറം കറുത്തതാണെങ്കിലും വെളുപ്പ് കുറവാണെങ്കിലും സൗന്ദര്യം കുറവാണെങ്കിലും ഖൽബിൽ തഖ്വയുള്ള പെണ്ണിന് റബ്ബിന്റെ കോടതിയിൽ വലിയ സ്ഥാനമാണ് കേട്ടോ. ചില മാമിമാരില്ലേ, ചില അമ്മായിമാരില്ലേ, അമ്മായിമാര് എന്ന് പറഞ്ഞാൽ ആരാണ്? അതേ ഭർത്താവിന്റെ ഉമ്മമാര്. ആ ഭർത്താവിന്റെ ഉമ്മ സുബ്ഹാനല്ലാഹ്, ആ മാമിക്ക് 2 മരുമക്കളുണ്ടാകും, 2 ആൺമക്കളുണ്ട്. ആ ആൺമക്കൾക്ക് 2 ഭാര്യമാരുണ്ട്. ഈ മാമി അഥവാ ഈ അമ്മായിമ്മ അതേ കല്യാണത്തിന് പോകുമ്പോ സുബ്ഹാനല്ലാഹ് ഭംഗി കുറവുള്ള മരുമകളെ കൂട്ടിക്കൊണ്ടു പോകൂല, ഭംഗിക്കുറവുള്ള മരുമകളെ കൂടെ പോകൂല. എന്തേ കാരണം? കല്യാണ മണ്ഡപത്തിന് പോകുമ്പോ ഭംഗിക്കുറവുള്ള മരുമകളെ കാണിച്ചിട്ട് ഇതാരാണെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോ ഇത് എന്റെ 2ാമത്തെ മകന്റെ ഭാര്യയാണെന്ന് പറയാൻ അമ്മായിമ്മക്ക് മനസ്സിൽ വരുന്നില്ല. എന്തേ കാരണം? ഭംഗിക്കുറവുള്ള മരുമകളെ എങ്ങനെയാണ് എന്റെ മരുമകൾ എന്ന് പറയുക എന്ന് കരുതിയിട്ട് സുബ്ഹാനല്ലാഹ് സ്വന്തം മക്കളുടെ ഭാര്യമാർക്കിടയിൽ വിവേചനം കാണിക്കുന്ന ചില ഉളുപ്പില്ലാത്ത അമ്മായിമാരില്ലേ, ലജ്ജയില്ലാത്ത മാമിമാരില്ലേ, മരണത്തിന്റെ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളില്ലേ, അതേ മരണത്തിന്റെ സമയത്ത് ഈമാൻ കിട്ടി മരിക്കണമെന്ന് ചിന്തിക്കാത്ത ചില സ്ത്രീകളില്ലേ. സൗന്ദര്യമല്ലല്ലോ വിഷയം ഉമ്മമാര്. ആർക്കാണ് റബ്ബിന്റെ കോടതിയിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. തഖ്വയുണ്ടോ, ഖൽബിൽ അല്ലാഹുവിന്റെ പേടിയുണ്ടോ, ഭയഭക്തിയുണ്ടോ, അവർക്ക് അല്ലാഹുവിന്റെ ഇടയിൽ വലിയ സ്ഥാനമാണ്. ഖൽബിൽ തഖ്വയുള്ള ആളുകളോ അവരെ ജീവിതത്തിൽ കളവ് പറയില്ല, ജനങ്ങളെ വഞ്ചിക്കൂല, ജനങ്ങളെ ചതിക്കൂല, ഒരിക്കലും കള്ളം പറയില്ല, ഒരിക്കലും ജനങ്ങൾക്കിടയിൽ അതാ പ്രശ്നങ്ങൾ ഉണ്ടാകൂല, കുഴപ്പമുണ്ടാകൂല, ഫിത്ന ഉണ്ടാകൂല, ഫസാദ് ഉണ്ടാകൂല. ഖൽബിൽ അല്ലാഹുവിന്റെ മുന്നിൽ സ്ഥാനമുണ്ടെന്ന് ചിന്തിക്കുന്നവർ, ഖൽബിൽ അല്ലാഹുവിനെ കുറിച്ച് പേടിയുള്ള ആളുകൾ ഒരിക്കലും നുണ പറയില്ല. അതാ പൈസ കടം വാങ്ങിയാൽ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കൂല, തിരിച്ചു കൊടുക്കേണ്ട പൈസ തിരിച്ചു കൊടുക്കാതിരിക്കൂല. ഇതുപോലെ ബിസിനസിനാണെന്നും പറഞ്ഞ് പൈസ വാങ്ങിയത് തിരിച്ചു കൊടുക്കാതിരിക്കൂല. എന്തേ കാരണം? ആരാണ് റബ്ബിന്റെ കോടതിയിൽ മാന്യന്മാരെന്നറിയോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അതേ തഖ്വയുള്ളവരാണ് അല്ലാഹുവിന്റെ അരികിൽ വലിയ മാന്യന്മാർ. ഇരിക്കട്ടെ, ഇപ്പൊ വിശദീകരിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അവസാനം വഫാത്താകുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? വഇലർ റഫീഖിൽ അഅ്ലാ. ഏറ്റവും വലിയ കൂട്ടുകാരനായ അല്ലാഹ്, ആ സൃഷ്ടാവായ റബ്ബിലേക്ക് ഞാൻ അങ്ങ് മടങ്ങുകയാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, തങ്ങൾ വഫാത്തായാൽ തങ്ങളെ ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? തങ്ങൾ വഫാത്തായാൽ തങ്ങൾ ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റിജാലും മിൻ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലി ബൈത്തിൽപ്പെട്ട പുരുഷന്മാർ, എന്റെ കുടുംബത്തിൽപ്പെട്ട പുരുഷന്മാർ. ആ പുരുഷന്മാർ എന്റെ കുടുംബത്തിൽപ്പെട്ട പുരുഷന്മാരാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. പിന്നെ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ആരാണ് കഫൻ കൊണ്ട് പൊതിയേണ്ടത്? അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതും എന്റെ കുടുംബമാണ്.
അവസാനം സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഫമൻ യുസല്ലി അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ തങ്ങളുടെ മേൽ ആരാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് നബിയേ? ഈ ചോദ്യം അങ്ങ് കേട്ടപ്പോ മയ്യത്ത് നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്താ ചെറുപ്പക്കാരാ? അതിന്റെ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യലല്ലേ. നമ്മുടെ ജീവിതത്തിൽ അവസാനം നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്താണ്? മയ്യത്ത് നിസ്കാരമാണ്. അതിന്റെ മുമ്പ് കുളിപ്പിക്കൽ കഴിഞ്ഞു, കഫൻ കൊണ്ട് പൊതിയൽ കഴിഞ്ഞു, പിന്നെ ഉള്ളത് മയ്യത്ത് നിസ്കാരമാണ്. ആദ്യത്തെ 2 ചോദ്യം ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞില്ല. മൂന്നാമത്തെ ചോദ്യം സ്വഹാബത്ത് ചോദിച്ചു, വമൻ യുസല്ലി അലൈക യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ തങ്ങളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കുന്നത് ആരാണ് നബിയേ? ഈ ചോദ്യം കേട്ടപ്പോ ഫബകാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയി. സ്വഹാബത്ത് പറയുകയാണ്, ആ തങ്ങളുടെ കരച്ചില് കണ്ടപ്പോ ഫബകൈന, നാമും അവിടുന്ന് കരഞ്ഞുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിച്ചാൽ, കഫൻ കൊണ്ട് പൊതിഞ്ഞാൽ, എന്റെ കട്ടിലിന്മേൽ നിങ്ങൾ എന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കണം. ആ കട്ടിലിന്മേൽ എന്റെ മയ്യത്ത് വെച്ചാൽ അതാ നിങ്ങളെല്ലാവരും ഒന്നും മാറി നിന്നോ സ്വഹാബത്തേ. എന്റെ മയ്യത്തിന്റെ അരികിൽ നിങ്ങൾ ഒരാളും ഉണ്ടാകരുത്. വേറെ ചില ഗസ്റ്റുകളുണ്ട്, പുറം നാട്ടുകാരായ അതിഥികളുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ജീവിച്ചവരാണ്, നിങ്ങൾ എന്റെ കൂടെ കഴിഞ്ഞവരാണ്, നിങ്ങൾ എന്റെ നാട്ടുകാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകം ഒരു പരിഗണന തരണമെന്നില്ല. നാട്ടുകാർക്ക് എന്ത് പരിഗണന? നാട്ടുകാർ കൂടെ നിൽക്കേണ്ടവരല്ലേ, നാട്ടുകാർ കൂടെ ശേഖരിക്കേണ്ടവരല്ലേ, നാട്ടുകാർ കൂടെ നടക്കേണ്ടവരല്ലേ. ആഖിറം വേണമെന്ന്, അതുപോലെ റബ്ബിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം കിട്ടണമെന്നുണ്ടോ? കൂടെ ശേഖരിക്കേണ്ടതല്ലേ. റബ്ബിന്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം വേണ്ടേ? വേണ്ടാണെങ്കിൽ ശേഖരിക്കേണ്ടതില്ല. അതേ സമയത്ത് റബ്ബിന്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം വേണോ? നല്ലത് നടക്കുമ്പോ അത് എവിടുന്ന് നടക്കുകയാണെങ്കിലും സഹകരിക്കലാ. നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ ജീവിച്ചവരാണ്, കൂടെ നടന്നവരാണ്, മദീനക്കാരാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോ എന്റെ കൂടെ വന്ന മുഹാജിറുകളായ സ്വഹാബത്താണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് മാറി നിൽക്കുമോ? ഇപ്പൊ ചില VIP ഗസ്റ്റുമാര് വരുന്നുണ്ട്, ചില VIP ഗസ്റ്റുമാര് വരുന്നുണ്ട്. കഴിഞ്ഞ 12, 13 തീയതികളിൽ നമ്മുടെ ദിക്റാ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ കൂട്ടായ്മയായ മുഹയ്യുസുന്ന 2 ദിവസം വിദ്യാർത്ഥികളുടെ മത്സര പരിപാടികൾ നടത്തി. അതിന്റെ സമാപന ദിവസം 13-ാം തീയതി മഗ്രിബിന് ശേഷം ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും എല്ലാവരും ചേർന്ന് എനിക്കൊരു സർപ്രൈസ് തന്നു. അവരുടെ ആ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി, ഞാൻ അറിയാതെ കരഞ്ഞുപോയി. ഞാൻ 2 അതിഥികളെ ക്ഷണിച്ചിരുന്നു, എന്നാൽ അവരെയും പ്രതീക്ഷിച്ച് ഞാൻ അതാ സ്റ്റേജിൽ വഅള് കഴിഞ്ഞ് ഇരിക്കുകയാണ്. കൂടെയുള്ള ഉസ്താദുമാര് പറഞ്ഞു, നിങ്ങൾ റൂമിലേക്ക് വരണ്ട, അതിഥികളെയൊക്കെ ഞങ്ങൾ കൂട്ടിവരാം. ഞാൻ അവരോട് പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ഞാൻ ക്ഷണിച്ച ഗസ്റ്റുകളല്ലേ, ഞാൻ അവരെ കൈപിടിച്ച് കൂട്ടിവരണമല്ലോ. ഇല്ല, ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ വരണ്ട, ഞങ്ങളത് വേണ്ടതുപോലെ ചെയ്യാം. അങ്ങനെ വേണ്ടതുപോലെ ചെയ്യാം. സുബ്ഹാനല്ലാഹ്. ഈ ജലാലിയ റാത്തീബ് പരിപാടി നടക്കുമ്പോ എനിക്കൊരു തലവേദനയില്ല.
കാരണമെന്തേ? ഞാൻ ഇവിടെ ഉണ്ടാകൽ വളരെ കുറവാണ്. ഇന്നലെയും ഞാൻ വാല പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ നാളെ ഒരു ദിവസം ഞാൻ ജലാലിയ ഉള്ളത് കൊണ്ടൊരു ഗ്യാപ്പ് വെച്ചു. ഇനി 25 മുതൽ തുടരെ വാലാണ്. 25 കന്യാണക്കടുത്ത് വാലുണ്ട്. 26-ന് 27-ന് വീണ്ടും അതാ കർണാടകയിൽ പാത്തൂർ എന്ന സ്ഥലത്ത് ഒരു തങ്ങൾ വല്ലാതെ നിർബന്ധിച്ച് വിളിക്കുന്നുണ്ട്. പോണോ വേണ്ടേ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ തന്നെ 28-ാം തീയതി വീണ്ടും നാദാപുരം ഭാഗത്ത് കുറ്റ്യാടി ഭാഗത്ത് തൂവക്കുന്ന സ്ഥലത്ത് വാലാണ്. 29-ന് ഞാൻ പഠിച്ച ജാമിയ ഹിക്കമിയ എന്ന സ്ഥാപനത്തിൽ വാലാണ്. 30-ാം തീയതി ചെറുവത്തൂർ എന്ന സ്ഥലത്ത് വാലാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ എനിക്ക് ജലാലിയയുടെ കാര്യം ചിന്തിക്കാൻ ഓർമ്മയുണ്ടോ? മുഖ്താർ തങ്ങളവരുകൾ ഞാൻ അങ്ങ് ബുക്ക് ചെയ്യൂന്നല്ലാതെ എനിക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമില്ല. കസേര എങ്ങനെ വെക്കണമെന്നതിനെ കുറിച്ച് ആലോചിക്കാൻ എനിക്ക് നേരമില്ല. സ്റ്റേജ് എവിടെ വേണമെന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് നേരമില്ല. സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്ത് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ചിന്തിക്കാൻ എനിക്ക് നേരമില്ല. വരുന്നവർക്ക് ഭക്ഷണം എന്ത് കൊടുക്കണം, തബറുക്കിന്റെ ശീരണി എന്ത് കൊടുക്കണം എന്ന് ചിന്തിക്കാൻ ഈ പാവപ്പെട്ട എനിക്ക് നേരമില്ല. ഞാൻ വളരെ ദുർബലനാണ്, ഞാൻ വളരെ ലൈഫാണ്. അതേ സമയത്ത് എന്റെ ദർസിൽ പഠിപ്പിക്കുന്ന 2 ഉദരിസുമാരുണ്ട്, നല്ല ഇഖ്ലാസുള്ള ഉസ്താദുമാർ. അതുപോലെ എന്റെ ദർസിൽ പഠിക്കുന്ന 35-ലേറെ മുതഅല്ലിമീങ്ങളുണ്ട്. ഞങ്ങളെ സ്വന്തം പാപ്പാനെ പോലെ സ്നേഹിക്കുന്ന പാവപ്പെട്ട മക്കളായ മുതഅല്ലിമീങ്ങൾ. അതുപോലെ തന്നെ ഈ ദർസിന്റെ പരിസരത്തുള്ള നല്ല ഈമാനുള്ള ജനങ്ങളുടെ വീടുണ്ട്. അതുപോലെ തന്നെ ഏത് സമയത്ത് വിളിച്ചാലും നോ എന്ന മറുപടി പറയാതെ, ഇല്ല കഴിയില്ല എന്ന മറുപടി പറയാതെ ഏത് സമയത്ത് വിളിച്ചാലും ഇവിടെ മൂടബിദ്രയിലുണ്ടോ ഓടിയെത്തുന്ന എത്രയോ നല്ല ജനങ്ങളുണ്ട്. ഇവിടെ വന്ന് അതേ പേരിനല്ല, പെരുമക്കല്ല, പ്രശസ്തിക്കല്ല, സ്ഥാനത്തിനല്ല, മാനത്തിനല്ല, ഓടി വന്ന് ഈ പേര് കിട്ടിയില്ലെങ്കിലും സാരമില്ല എന്ന് കരുതിയിട്ട് വളരെ ഇഖ്ലാസോടുകൂടെ രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ അധ്വാനിച്ച് പണിയെടുക്കുന്ന മൂടബിദ്രയിലെ എത്രയോ നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല, ദുആ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പോകുന്ന എല്ലാ സ്റ്റേജുകളിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, ഇന്നത്തെ ജലാലിയക്കും അതുപോലെ ആരെല്ലാം അധ്വാനിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, ഓടി നടന്നിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, ശേഖരിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനേ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, വിഷയം മറക്കണ്ട. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എല്ലാവരും തൽക്കാലം മാറി നിൽക്കണം. അന്ന് ഈ ഉസ്താദുമാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കണം, ഞങ്ങൾ ഗസ്റ്റുമാരെ കൂട്ടിക്കൊണ്ടുവരാം. എന്നെ അറിയിക്കാതെ, ഞാൻ പറയാതെ, എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാതെ 2 പ്രധാനപ്പെട്ട ഗസ്റ്റുമാരെ അന്നത്തെ പരിപാടിക്ക് അവർ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ ഒരു ഗസ്റ്റ് 9 വർഷക്കാലം എന്നെ ഓതി പഠിപ്പിച്ച, ഞാൻ മലപ്പുറം ജില്ലയിലും ചെമ്മാട്ടപ്പള്ളിയിലും വന്യരായ പൊന്മള ഉസ്താദിന്റെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു കുഞ്ഞാപ്പു ഉസ്താദുണ്ട്. മുഹമ്മദ് സഖാഫി ഉസ്താദ് എന്നാണ് പേര്. ഞങ്ങളൊക്കെ സ്നേഹത്തിൽ വിളിക്കുന്നത് കുഞ്ഞാപ്പു ഉസ്താദ് എന്നാണ്. പലപ്പോഴും എവിടെയും ദൂരയാത്ര ചെയ്യാറില്ല. വലിയ ഇഖ്ലാസുള്ള മഹാനാണ്, തഖ്വയുള്ള മഹാനാണ്, ദുആക്ക് ഇജാബത്തുള്ള മഹാനാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വിഷമമുണ്ടായാൽ ഉസ്താദിന്റെ ഏരിയയിൽ പോയി എന്ത് ഞങ്ങൾ ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അതിന് ഞങ്ങൾ പരിഹാരം കണ്ടിട്ടുണ്ട്. അത്രയും ദുആക്ക് 100% ഇജാബത്തുണ്ടെന്ന് ഉറപ്പുള്ള ഞങ്ങൾ വന്യരായ കുഞ്ഞാബ് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. കാലിന് വയ്യാത്ത ഉസ്താദാണ്, നടക്കാൻ തന്നെ കഴിയില്ല. ആ ഉസ്താദിനെ കൂട്ടിയിട്ടാണ് ഇവർ സ്റ്റേജിലേക്ക് വരുന്നത്. ഞാൻ സ്റ്റേജിൽ നിന്ന് താഴോട്ടിറങ്ങിയിട്ട് എന്റെ ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് ഞാനങ്ങ് കരഞ്ഞുപോയി. എന്റെ ഉസ്താദും കരഞ്ഞുപോയി. ഇത് കണ്ട അതാ അന്ന് സ്റ്റേജിൽ ഗസ്റ്റായി ഉണ്ടായിരുന്ന ഷെയ്ഖ് ബാവഹാജി, ഡോക്ടർ ഷെയ്ഖ് ബാവഹാജി, അതെ മുൻകാല INC KCF-ന്റെ INC-യുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഷെയ്ഖ് ബാവഹാജി പറഞ്ഞു, ഇതാണ് സ്നേഹം. കണ്ടില്ലേ ഉസ്താദിന്റെ കണ്ണെന്ന് വെള്ളം വരുന്നത്, ശിഷ്യന്റെ കണ്ണെന്ന് വെള്ളം വരുന്നത് കണ്ടില്ലേ, അതാണ് സ്നേഹമെന്ന് ഷെയ്ഖ് ബാവഹാജി പറഞ്ഞു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്നും മാറി നിന്നോ സ്വഹാബത്തേ. ഇപ്പൊ ചില ഗസ്റ്റുകൾ വരുന്നുണ്ട്, കുറച്ചാൾ അവിടെ മുന്നിലിരുന്നാൽ മതി. ഒരാൾ ഇങ്ങോട്ട് വരും, പ്രതിനിധിയായിട്ട് ഒരാൾ ഇങ്ങോട്ട് വരും, ബാക്കിയല്ല നമ്മളെ ഇങ്ങോട്ട്
ഇങ്ങോട്ട് മുന്നിലിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഈ വെളുത്തതെല്ലാം വെച്ചിന്. അങ്ങനെ ഉണ്ടല്ലോ ചില ഗസ്റ്റുകൾ വരുമ്പോൾ, അതാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതാ. സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒരൽപ്പം മാറി നിൽക്കൂ സ്വഹാബത്തെ. എന്റെ കാരണം ചില ഗസ്റ്റുകൾ വരുന്നുണ്ട്, ഇവരൊന്നും വലിയ പണക്കാരൊന്നും അല്ല. സലീമാജി മാഷാ അല്ലാഹ്, അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് കൊടുത്തു. ആ നിഅമത്തിനനുസരിച്ച് ധാരാളം അല്ലാഹുവിനെ ദീനിനെ സഹായിക്കുന്നുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ, അല്ലാഹു ഒരുപാട് ഇസ്സത്ത് ഇനിയും നൽകട്ടെ. പ്രിയപ്പെട്ട ബാപ്പാന്റെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറഞ്ഞ ജീവനാണ്. ഇടക്കിടക്ക് നാട്ടിൽ വരും. എന്നിട്ട് എന്നോട് പറയും, സലീമാജി പറയും, ഞാൻ വന്നിട്ട് പോയാൽ പിന്നെ ഉമ്മക്ക് ഒരു അസുഖം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറയും, ഉമ്മ പറയും, മോനെ എനിക്ക് അവിടെ വേദന ഇവിടെ വേദന. അത് എന്തിന്റെ വേദനയാണ്? മോനെ കാണാത്തതിന്റെ വേദനയാണ്. അപ്പൊ അങ്ങനെ വേദന എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ ഓടി നാട്ടിലെത്തും. അല്ലാതെ നാട്ടിൽ പോകാൻ ഒരു സമയം തിരിച്ചു പോരാൻ അങ്ങനെയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ അവിടുത്തെ ബിസിനസ്സുകളിലൊക്കെ വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതേ സമയത്ത് എല്ലാവരും അങ്ങനെ വലിയ പണമുള്ള പൈസ ഉള്ള ആളുകൾ അങ്ങനൊന്നും അല്ല. അതേസമയത്ത് ചില ആളുകൾ, ഇവരൊക്കെ നമ്മുടെ കുവൈത്തിൽ സക്കരിയ എന്നെല്ലാം പറഞ്ഞാൽ സിദ്ദീഖ് ഭായി, അതുപോലെ ഇവരൊക്കെ കുവൈത്തിൽ നമ്മുടെ മഹത്തായ ദർസിന് വേണ്ടി നമുക്ക് എപ്പോഴും എന്തു പറഞ്ഞാലും ഏറ്റെടുത്ത് സഹായിക്കുന്ന ടീമാണ് അവരൊക്കെ. അല്ലാഹു നീ അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആ കുവൈത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മുഴുവൻ സ്നേഹജനങ്ങൾക്ക് നീ സന്തോഷം നൽകണം റഹ്മാനെ, ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഈ സദസ്സിൽ ആരെല്ലാം ശരീരവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കിഡ്നി തകരാറായി ആഴ്ചയിൽ ഡയാലിസിസിന് പോകുന്നവരടക്കം ഈ സദസ്സിലുണ്ട്. ഞങ്ങൾ സദസ്സിന്റെ കറാമത്ത് വിളിച്ചു പറയൂല, അതിന് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ എന്റെ ഉസ്താദും. അതുകൊണ്ട് എന്റെ ഉസ്താദ് ശൈഖുന മുഈസുന്റെ പൊന്മള ഉസ്താദ് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇപ്പൊ പോകുന്നില്ല. പക്ഷേ ഈ സദസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതിന്റെ പവർ കാണണം. നല്ല ഇഖ്ലാസോടുകൂടെ ഇരുന്നാൽ തീർച്ചയായും അതിന്റെ പവർ കാണും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുന്നു. ഇനി ചെറിയ സമയമാകുമ്പോഴേക്ക് തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിൽ വരും. തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിൽ വന്നാൽ പിന്നെ വഅദ് നിർത്തി, പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പറയില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ എന്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി വരാൻ പോകുന്നത് VIP ഗസ്റ്റുകളാണ്. അതുകൊണ്ട് സ്വഹാബത്തെ, നിങ്ങൾ എന്റെ കൂടെ ജീവിച്ചവരാണ്, നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കുമോ? എല്ലാ സ്വഹാബത്തും അങ്ങ് മാറി നിൽക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലു മൻ യുസല്ലി അലയ്യ, സ്വഹാബത്തെ, ഞാൻ വഫാത്തായാൽ ആദ്യമായി എന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കേണ്ടത് ആരാണെന്നറിയോ? പ്രിയപ്പെട്ട മലക്കായ മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പിന്നെ ആരാണ് നിസ്കരിക്കേണ്ടതെന്നറിയോ? മീകായിൽ അലൈഹിസ്സലാമാണ്. പിന്നെ ആരാണ് നിസ്കരിക്കേണ്ടതെന്നറിയോ? മലക്കായ ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. പിന്നെ ആരാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടതെന്നറിയോ? സുമ്മ മലക്കുൽ മൗത്ത് മഅ ജുനൂദിൻ മിനൽ മലായിക. പിന്നെ ഒരു കൂട്ടം റൂഹ് പിടിക്കുന്ന മലക്കുകളോടൊപ്പം റൂഹ് പിടിക്കുന്ന മലക്കായ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാമാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ മലക്കുകളും വന്ന് നമ്മുടെ മേൽ, എന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞാലോ പിന്നെ എന്റെ കുടുംബത്തിൽപ്പെട്ട പുരുഷന്മാരാ, പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും എന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചോ സ്വഹാബത്തെ. പിന്നെ സ്വഹാബത്ത് അവസാനം ചോദിക്കുകയാണ്, നബിയേ, ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇനി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ഖബറിൽ താഴ്ത്തി വെക്കുന്നതാരാണ് നബിയേ? എന്ത് പ്രയോഗം നടത്തണമെന്ന് എനിക്കറിയില്ല. ഞാൻ നടത്തുന്ന പ്രയോഗം അബദ്ധമായി പോകുമോ എന്നും ഭയം എനിക്കെന്റെ കൽബിലുണ്ട്. കാരണം ഇതൊരു സാധാരണ ഒരാളെയല്ലല്ലോ മറുപടി എന്നത്, ലോക നേതാവിനെയല്ലേ. അതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സ്വഹാബത്തിനോട് ചോദിച്ചു പോയില്ലേ, ഹബീബായ തങ്ങളെ മറവ് ചെയ്തതിനു ശേഷം തിരിച്ചു വന്ന സ്വഹാബത്തിനോട് മകളായ ഫാത്തിമ ഉമ്മ ചോദിച്ചില്ലേ, അത്വാബത്തു ഖുലൂബുകും അൻ തഹുസ്സു തുറാബ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലയോ സ്വഹാബത്തേ, നിങ്ങൾക്ക് മനസ്സ് അനുവദിച്ചോ
ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും മണ്ണ് വാരിയിടാൻ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഏതൊരാളുടെയും ഖബറിൻ പുറത്ത് മണ്ണ് വാരിയിടേണ്ടതല്ലേ? അതേ സമയത്ത് സ്വഹാബത്ത് തത്വാബത്ത് ഖുലൂബുകും അൻതഹുസ്സു തുറാബ അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പിതാവിന്റെ മേല്, നിങ്ങളുടെ നേതാവിന്റെ മേല് അല്ല, ലോക നേതാവിന്റെ മേല് അന അവ്വലു മൻ യുഹർരിഖു ഹൽഖൽ ജന്ന. സ്വർഗത്തിന്റെ വട്ടക്കണ്ണ് ആദ്യമാടി പിടിച്ചു കുലുക്കുന്ന നേതാവാരാ? അത് ഞാനാണെന്ന് പ്രഖ്യാപിച്ച ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, ഉറക്കത്തൊല്ലണം മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും വലിയ മുദ്രാവാക്യം അതാണ്. ബ്രസീലല്ല, പോർച്ചുഗലല്ല, ഇതുപോലെ അർജന്റീനയല്ല. ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ ഉറക്കെ അങ്ങ് ചൊല്ലണം, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മദ്ഹുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമാപന പ്രഭാഷണം ദിക്റാ ദർസിന്റെ തിരുമുറ്റത്ത് വെച്ച് നടക്കുമ്പോ ഇന്നത്തെ ഈ ജലാലിയ റാത്തീബിന്റെ സദസ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണം. ഉറക്കെ ചൊല്ലണം നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ മേൽ മണ്ണ് വാരിയിടാൻ നിങ്ങളെ മനസ്സ് അനുവദിച്ചു. സ്വഹാബത്ത് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വിധിയാണല്ലോ ഫാത്തിമ മോളെ റളിയല്ലാഹു അൻഹാ, വിധിയാണല്ലോ, വിധിക്കപ്പുറം വേറെയൊന്നുമില്ലല്ലോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്താകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആരാണ് കുളിപ്പിക്കേണ്ടത്? സ്വഹാബത്ത് ചോദിച്ചറിഞ്ഞു. ആരാണ് കഫൻ ചെയ്യേണ്ടത്? സ്വഹാബത്ത് ചോദിച്ചറിഞ്ഞു. ആരാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്? സ്വഹാബത്ത് ചോദിച്ചറിഞ്ഞു. ആരാണ് ഖബറിൽ ഇറങ്ങിയിട്ട് ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ഖബറിലേക്ക് താഴ്ത്തി വെക്കേണ്ടത്? സ്വഹാബത്ത് ചോദിച്ചറിഞ്ഞു. ഇനി അവസാനത്തെ നിമിഷമോ, മദീനത്തെ കല്ലുകൾ കരഞ്ഞുപോയ നിമിഷം, മദീനയിലെ ഭവനങ്ങൾ കരഞ്ഞുപോയ നിമിഷം, മദീനയിലെ മണൽത്തരികളുണ്ടല്ലോ, ആ മണൽത്തരികൾ ഒന്നടങ്ങ് കരഞ്ഞുപോയ നിമിഷം, മദീനയിലെ ജനങ്ങൾ മുഴുവനും, മദീനയിലെ സ്നേഹജനങ്ങൾ മുഴുവനും കരഞ്ഞുപോയ നിമിഷം, മദീനയുടെ പരിസരങ്ങളിലൂടെ കണ്ണുനീരിന്റെ അരുവികൾ ചാലിട്ട് ഒഴുകിയ നിമിഷമുണ്ടല്ലോ. ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു നിമിഷം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ ഉമ്മമാരെ? ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു നിമിഷമുണ്ടല്ലോ, എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല സഹോദരിമാരെ. എത്ര എംപിമാരാ മരണപ്പെട്ടത്, ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന എത്ര ഭരണാധികാരികളാ മരണപ്പെട്ടത്, എത്ര രാഷ്ട്രീയ തമ്പുരാക്കന്മാരാണ്, എത്ര രാഷ്ട്രീയ തമ്പുരാക്കന്മാരാണ് മരണപ്പെട്ടത്. പക്ഷേ ഒരാളുടെയും വിയോഗമുണ്ടല്ലോ, ഒരാളുടെയും മരണമുണ്ടല്ലോ, ഇതുപോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആ ഒരു നിമിഷത്തിലേക്കാണ് ഇനി നമ്മുടെ വാലം കടന്നു ചെല്ലുന്നത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു നിമിഷമുണ്ടല്ലോ, അത് ഏത് നിമിഷമാണെന്നറിയോ? റബീഉൽ അവ്വൽ 12ന്റെ ദിവസമാണ്. റബീഉൽ അവ്വൽ 12ന്റെ ദിവസമാണ്. ആ ചരിത്രത്തിന്റെ നിമിഷത്തേക്കാണ് നമ്മുടെ വാലിന് തിരിച്ചു പോകുന്നത്. എന്റെ വാലിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാം അങ്ങ് പറഞ്ഞു, മരിക്കാനങ്ങ് ഒരുങ്ങി നിന്നു.
അതാ പ്രധാനപ്പെട്ട മലക്കുകളെല്ലാം ഇറങ്ങി വരികയാണ്. എല്ലാവരും അങ്ങ് തടിച്ചുകൂടിയല്ലോ, എല്ലാവരും അങ്ങ് തടിച്ചുകൂടി. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് വന്നരായ ചെറിയ ഉസ്താദ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ. ഇന്നത്തെ ഈ ജലാലിയ റാത്തീബിന്റെ സദസ്സ് ഞാൻ കൊടുത്തില്ലെങ്കിലും ശരി, ലൈവുകളിൽ കൊടുത്തില്ലെങ്കിലും ശരി, എന്റെ വാലിന്റെ ഇടയ്ക്ക് ഞാൻ പറയുകയാ, ഇന്നത്തെ നമ്മുടെ ജലാലിയ റാത്തീബിന്റെ സദസ്സ് ഞങ്ങളെ വന്യരായ ശൈഖുന ഉസ്താദ് ചെറിയ ഉസ്താദിന്റെ അനുസ്മരണ സദസ്സും കൂടിയാണ്. ഈ സദസ്സിൽ ഞങ്ങൾ ചൊല്ലിയത് മുഴുവനോ ഇൻഷാ അല്ലാഹ് തങ്ങളവരുകൾ ചെറിയ ഉസ്താദിന്റെ പേരിൽ ഹദിയ ചെയ്ത് ഇവിടുന്ന് ദുആ ചെയ്യും. ചെറിയ ഉസ്താദിന്റെ അനുസ്മരണ ചടങ്ങാണ് ഇത്. ചെറിയ ഉസ്താദ് വഫാത്തായപ്പോ മർക്കസിലെ പള്ളിയിൽ ഒരുമിച്ചു കൂടിയത് എത്ര ആളുകളാ ജനങ്ങളെ. മർക്കസിലെ പള്ളി നിറഞ്ഞുപോയി. ചെറിയ ഉസ്താദിന്റെ പേരിൽ മർക്കസിലെ പള്ളിയില് എത്ര തവണയാണ് മയ്യത്ത് നിസ്കാരം നടന്നത്. ചെറിയ ഉസ്താദിന്റെ മുഖം നോക്കിയിട്ട് ബറക്കത്തെടുക്കാൻ എത്ര ആളുകളാ ഒരുമിച്ചു കൂടിയത്. എന്നിട്ട് മർക്കസിലെ മയ്യത്ത് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ ഉസ്താദിന്റെ നാടായ ആലുങ്ങ, അതാ ചെറിയ ഉസ്താദിന്റെ നാടായ ചെറിയ ഉസ്താദിന്റെ നാടായ കരുവമ്പയില് ആ കരുവമ്പയിലിൽ പോയി ഉസ്താദിന്റെ വീട്ടിൽ മയ്യത്ത് വെച്ചപ്പോ അവിടെ തടിച്ചുകൂടിയ ആളുകൾ എത്രയാ, അവിടെ മയ്യത്ത് നിസ്കാരത്തിന് കൂടിയ ആളുകൾ എത്രയാണ്. എന്നിട്ട് ചെറിയ ഉസ്താദിന്റെ ശറഫാക്കപ്പെട്ട മയ്യത്തുണ്ടല്ലോ, കരുവമ്പയില് നാട്ടിലെ പള്ളി പരിസരത്ത് മറവ് ചെയ്യുമ്പോ ആ സ്ഥലത്ത് ഒരുമിച്ചു കൂടിയ ആളുകളുടെ എണ്ണം എത്രയാ. ഇല്ലേ നമുക്കും ഒരാഗ്രഹമില്ലേ, നമുക്കും ഒരാഗ്രഹമില്ലേ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുന്നൊരു പള്ളിയുണ്ടല്ലോ, ഞാൻ മരിച്ചാൽ ഇതുപോലെ ഞാൻ മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നൊരു ദിവസമുണ്ടല്ലോ. ചെറിയ ഉസ്താദ് വഫാത്തായി എന്ന വിവരോ അതാ വാട്സപ്പുകളിലൂടെ അങ്ങ് ഷെയർ ചെയ്യപ്പെട്ടപ്പോ ഞെട്ടിപ്പോയവരില്ലേ. ഇതുപോലെ ഞെട്ടലോടെ വാർത്ത കേൾക്കുന്ന ഒരു മരണ വാർത്ത വരാനുണ്ട്. അത് വാല് പറയുന്ന നൗഫലിന്റെ മരണ വാർത്തയാണ്. നൗഫലിന്റെ വാല് കേൾക്കുന്ന ജനങ്ങളെ, നിങ്ങളുടെയും മരണവാർത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വരുമ്പോ നെട്ടലോടുകൂടെയാണ് നിങ്ങളുടെ നാട്ടുകാർ കേൾക്കുന്നത്, നിങ്ങളുടെ കൂട്ടുകാർ കേൾക്കുന്നത്. ഇന്ന് രാവിലെ എന്റെ കൂടെ നടന്നവനല്ലേ ഇപ്പൊ മരിച്ചത്, ഇന്ന് രാവിലെ മീൻ പിടിക്കാൻ പോയവനല്ലേ. ഈ അടുത്ത് ഞാൻ കക്കിന്റെ നെറിയ ഭാഗത്ത് വാതിന് പോകുമ്പോ ഒരു മരണ വീട്ടിൽ കയറിയിട്ട് ദുആ ചെയ്തിട്ട് പോയതാണ്. ആ വീട്ടുകാരനായ മകൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇന്ന് രാവിലെ എന്റെ ബാപ്പ മീൻ പിടിക്കാൻ പോയതാ. മീന് കൊണ്ടുവരാൻ മാർക്കറ്റിൽ പോയതല്ല, മീന് പിടിക്കാൻ പുഴക്കരയിൽ പോയതാണ്. മീന് പിടിച്ചു കൊണ്ടുവന്ന് പെങ്ങളെ വീട്ടിൽ ആ മീന് കൊടുത്തതാണ്. വൈകുന്നേരമായപ്പോ എന്റെ ബാപ്പ മരണപ്പെട്ടുപോ. ഇതുപോലെയുള്ള മരണത്തിന്റെ വാർത്തകളും ഞെട്ടലോട് കേൾക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കഫൻ കൊണ്ട് പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് എന്റെ പള്ളിയിൽ കൊണ്ടുവരുമ്പോ ചെറുപ്പക്കാരാ ചോദിക്കട്ടെയോ, വാല കേൾക്കുന്ന ഉമ്മമാരെ ചോദിക്കട്ടെയോ, വാല കേൾക്കുന്ന സഹോദരിമാരെ ചോദിക്കട്ടെയോ, വാല കേൾക്കുന്ന ഉപ്പമാരെ ചോദിക്കട്ടെയോ, കുറെ കാലം ജീവിക്കാനുണ്ട് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അഹങ്കരിച്ച് നടന്നു, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നാളത്തെ ഈ സമയത്ത് നീ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അഹങ്കരിച്ച് നടന്നു, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇല്ല ഉസ്താദ്, ഈ നേരം നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നാണോ നിന്റെ മറുപടി? അഹങ്കാരം അവസാനിപ്പിച്ചു, ചതിപ്രയോഗങ്ങളായി അവസാനിപ്പിച്ചോ, അസൂയകൾ അവസാനിപ്പിച്ചു, ഗീബത്ത് പറച്ചിൽ അവസാനിപ്പിച്ചു, നമീമത്ത് പറച്ചിൽ അവസാനിപ്പിച്ചു, നാടുകളിൽ ഫിത്ന ഉണ്ടാക്കുന്നത് അവസാനിപ്പിച്ചു, ഫസാദ് ഉണ്ടാക്കുന്നത് അവസാനിപ്പിച്ചു. ലാ തുനാഫിസു, മുത്തുനബി തങ്ങൾ അവസാനം പറയാൻ കഴിയണില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വഫാത്താകുന്ന സമയത്ത് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? 3 ഉപദേശം കൊടുത്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തുനാഫിസു വലാ തുഹാസിദു വലാ തുബാഗിദു. ഈ 3 ഞങ്ങളിലുണ്ട്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ.
3 കാര്യം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ പറഞ്ഞു? വഫാത്തിന്റെ വേദന കടിച്ചടക്കുന്ന സമയത്താണ് മുത്തുനബി തങ്ങൾ ഉമ്മത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മത്തെ ലാ തുനാഫിസു വലാ തുബാഗിദു വലാ തുഹാസിദു. ഈ 3 കാര്യം നിങ്ങളിൽ പാടില്ല, അരുത് അരുത് അരുത്. സക്കറാത്തിന്റെ സമയത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പക്ഷേ ഒരു സങ്കടം പറഞ്ഞോട്ടെ, ഒരു ദുഃഖം പറഞ്ഞോട്ടെ, ഇന്ന് മറ്റു പല സമുദായങ്ങളിലും ഇല്ലാത്ത ഈ 3 കാര്യം ഉണ്ടാകരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ, അത് ഇല്ലാത്തത് ഹിന്ദുക്കളില, അത് ഇല്ലാത്തത് മറ്റു സഹോദരങ്ങളില. അത് ഇന്ന് ഏറ്റവും കൂടുതൽ പേറി നടക്കുന്ന സമൂഹം ഈ സമൂഹമാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. നിസ്കാരമുള്ളതോടുകൂടെ ഈ 3 കാര്യം പാടില്ല. ഉമ്മമാരോടും പറയാൻ ഈ 3 കാര്യം പാടില്ല. 1, ലാ തുനാഫിസു, മത്സരിക്കണ്ട, ദുനിയാവിന്റെ കാര്യത്തിൽ മത്സരിക്കണ്ട. നിനക്കൊരവസാനമുണ്ടെന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്റെ കാര്യത്തിൽ മത്സരിക്കണ്ട. തൊട്ടപ്പുറത്തൊരു വലിയ വീട് കാണുമ്പോഴാണ്, അതുവരെ ഇവനൊരു വീട് വേണമെന്ന് എൻ്റെ ഖൽബിൽ ഉദിച്ചിട്ടേ ഇല്ല. ഇവൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, അതുവരെ സ്വന്തം ഒരു വീട് വേണമെന്ന് ഇവന്റെ ഖൽബിൽ ഉദിച്ചിട്ടേ ഇല്ല. തൊട്ടപ്പുറത്തൊരു ഒരാൾ വീടുണ്ടാക്കിയപ്പോഴാണ് ഇവന്റെ ഖൽബിൽ ഉദിക്കണം. എന്താണെന്നറിയോ? ആ വീടിനേക്കാളും 1 നില കൂടുതലുള്ള വീട് എനിക്ക് വേണം. മത്സരിക്കണ്ട എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടില്ല ഈ ഉമ്മത്ത്. എല്ലാത്തിനും കൂടുന്നു, എല്ലാത്തിനും പോകുന്നു, എല്ലാത്തിനും വരുന്നു. ഇത് കേട്ടില്ല ഈ ഉമ്മത്ത്. ചെയ്യുന്നത് രക്ഷപ്പെടാൻ കഴിയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മത്സരിക്കണ്ട. ഒരാൾ വലിയ ഒരു വാഹനത്തിൽ പോകുമ്പോ അപ്പോഴാണ്, അതുവരെ ഇവൻ ഓട്ടോറിക്ഷയിലാ പോയത്. അതേ സമയത്ത് കൂടെ നടന്ന ഒരുത്തനുണ്ട്, അവനൊരു വലിയ വാഹനം വാങ്ങിയിട്ട് അതിൽ പോകുമ്പോഴാണ്, അതിനേക്കാള് 1 ലക്ഷം മുന്തിയ വാഹനമായാലും സാരല്ല, അതാ 1 ലക്ഷം രൂപ മുന്തിയ വാഹനമായാലും സാരല്ല, എനിക്കതിൽ പോകണം എന്ന് ചിന്തിച്ചിട്ട് ഇവൻ വാഹനം വാങ്ങാൻ. ലാ തുനാഫിസു, മത്സരിക്കണ്ട ഉമ്മത്തെ എന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമതായി പറഞ്ഞു, ഈ മത്സരം ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് ആരിലാ ഉള്ളത്? മുസ്ലിമീങ്ങളിലാ ഉള്ളത്. രണ്ടാമതായി പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആഖിറത്തിന് വേണ്ടിയുള്ള മത്സരം ഉണ്ടോ? ഇല്ല. ഒരാൾ പള്ളിയിൽ വന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണോ, അത് കാണുമ്പോൾ ഇവന്റെ ഖൽബിൽ അയാൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ 4 നിസ്കരിക്കണം. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടാ? അയാൾ ഒരു 2 നിസ്കരിക്കുമ്പോൾ അയാളെക്കാൾ 2 കൂടുതൽ ഞാൻ നിസ്കരിക്കണം, ചിന്തിക്കാറുണ്ടാ? ഇല്ല. വീടിന്റെ വലിപ്പം കൂടിയപ്പോ അതിനേക്കാൾ വലിപ്പമുള്ള വീട് എനിക്ക് വേണം. മത്സരിക്കണ്ട എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മത്സരിക്കണ്ട. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ലാ തുബാഗിദു, ദേഷ്യം വെക്കണ്ട, പരസ്പരം ദേഷ്യം വെക്കണ്ട. ദേഷ്യം വെക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായേക്കും, ദേഷ്യം വെക്കണ്ട. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പരസ്പരം ദേഷ്യം വെച്ച് ജീവിക്കണവരാരാ? ഈ ഉമ്മത്ത് തന്നെയാണ്. നിങ്ങൾ തല ആട്ടിയാലും ആട്ടിയില്ലെങ്കിലും അത് സത്യമാണ്. ഈ ഉമ്മത്ത് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പരസ്പരം ദേഷ്യത്തോടെ നടക്കണം. അങ്ങനെയുണ്ട് ചില ആളുകളുണ്ട്, ഞാൻ ആ മജ്‌ലിസ്ക്ക് വണ്ടില്ല, എന്താ കാരണം ഞാൻ ആളത് ഏതിലാ അത്, അങ്ങനെ ചില ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ആ സദസ്സുക്ക് വണ്ടില്ല, ഞാൻ ഇതിരാള്, നീ ആ സദസ്സുക്ക് പോണ്ടേ, ഞാൻ വണ്ടില്ല, ഞാൻ ഇതിരാള്. എത്ര 4 തോലു ഇക്കു നിക്ക് അതറാള് ഇതിറാള്, എത്ര 4 തോലു ഇക്കു. ഇത് ചിന്തിക്കണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ലാ തുബാഗിദു എന്നല്ലേ മരിക്കണ സമയത്ത് പറഞ്ഞതാ, വഫാത്തിന്റെ സമയത്ത് പറഞ്ഞതാ. ലാ തുബാഗിദു, പരസ്പരം ദേഷ്യം വെക്കരുതേ ഉമ്മത്തെ, ദേഷ്യം വെക്കരുത്. നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ 2ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഇബ്ലീസ് നിങ്ങളെ പറ്റിച്ചതാണ്. നിങ്ങൾ 2 അല്ല, നിങ്ങൾ 1 എന്ന് പറഞ്ഞ് വഫാത്തായി പോയ നേതാവല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി പറഞ്ഞു വലാ തുഹാസിദു, നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കല്ലേ, അസൂയ വെക്കല്ലേ, പരസ്പരം നഞ്ചി കാറണ്ട. അങ്ങനെ പച്ച ബ്യാരി ഞങ്ങളെ ഭാഷയിൽ ചൊല്ലെങ്കിൽ പരസ്പരം നഞ്ചി കാറണ്ട. ചൊന്തു നിബിതങ്ങ ഇണ്ട് ഏറ്റവും കൂടുതൽ നഞ്ചി കാരണങ്ങാറ്, ബാക്കി മത്തങ്ങളെ കാണിട്ട് എല്ലാം ഏറ്റവും കൂടുതൽ നഞ്ചി കാരണങ്ങ ഈ ഉമ്മത്ത് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഈ 3 സ്വഭാവം ഒരാളിൽ ഉണ്ടോ അവൻ രക്ഷപ്പെടും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഉമ്മത്തുകളോട് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ 3 വിശേഷണങ്ങൾ: 1, ദുനിയാവിന്റെ കാര്യത്തിൽ തമ്മിൽ മത്സരിക്കണ്ട; 2, നിങ്ങൾ പരസ്പരം അസൂയ വെക്കണ്ട; 3, പരസ്പരം വൈരാഗ്യം വിദ്വേഷം കാണിക്കണ്ട. അള്ളാഹു അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ചുരുക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലേ എല്ലാം അങ്ങനെയാണ്. ഒരാൾക്ക് വിട്ടുകൊടുക്കാന്നൊരു മനസ്സ് വരില്ല.
പൽക്കത്തിലാണെങ്കിലും ഞാനാണ് ഉഷാർ എന്ന് ആകണം, തോൽപ്പിക്കാൻ. അങ്ങനെയുണ്ടല്ലോ, അല്ല ഓനങ്ങ് ജയിച്ചു അത് വരാൻ പാടില്ല, എന്തായെങ്കിലും ഒന്ന് വിട്ടുകൊടുക്കില്ല അയാളുടെ ഒരു ഇത്. ഔത്തുൽ പെണിങ് ഒരു സ്വഭാവം ഉണ്ട്. എന്തൊരു സ്വഭാവം? മാമി മർമോലി ഇന്നെങ്കിൽ മോണ് വന്നിട്ട് ഉച്ച ഉണ്ണോതെച്ച നല്ല കറി, നല്ല സുവാദുണ്ടു. കറി നല്ല സുവാദിക്കുമ്പോ മോണ് ചൊന്ന ഉമ്മടട്ടെ, ഉമ്മ നല്ല കറി മാറാക്കിര ഉമ്മ. അതാ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ ഉമ്മാന്റെ മറുപടി ആറാറ് നിന്റെ പെഞ്ഞായി. എന്നിട്ട് ഉമ്മ പറയും ആയങ്ങ് കായ അരച്ചു കൊടുത്തറന്നാണ് എന്ന് പറയും. പറയല്ലേ, കറി ഉണ്ടാക്കിയത് പെഞ്ഞയായെങ്കിലും കായ അരച്ചു കൊടുത്തരേ എന്നാണ്. അത് ഉറക്ക് തൂങ്ങണ്ടെന്ന് പറഞ്ഞ തമാശ പറയാൻ ഇന്ന് തീരെ ഉദ്ദേശിച്ചിട്ടില്ല. ഉറക്ക് തൂങ്ങരുതല്ലോ എന്ന് കരുതിയിട്ട് ഒറ്റ ഒരു ചെറിയൊരു ഡോസ് തന്നതാ, ചെറിയ ഡോസ്, ഒരു 10 ml. ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിലേക്ക് ഒരുങ്ങുകയാണ്. മലക്കുകൾ ഇറങ്ങി വരുന്നു. മുഅ്മിനേ, എന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ പള്ളി നിറഞ്ഞ് കവിയണം. നാട്ടുകാര് പറയണം, അല്ലാഹ്, ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോ ഇവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എത്ര ആളുകളാണ്. അത് പറയണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം നടക്കുമ്പോ, കൂടെ നിന്ന് സഹകരിക്കണേ. ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണേ, നമ്മൾ എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണം. ഞാൻ എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളും അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ നടക്കുമ്പോ സഹകരിക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഞാൻ എന്റെ റൂമിലിരിക്കുന്ന സമയത്ത് കൂടെയുള്ള ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരു ഉമ്മ അതാ നമ്മുടെ ദർസിലേക്ക് ഇൻവേറ്റർ തരാൻ നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനിതങ്ങ് കേട്ടപ്പോ സന്തോഷം തോന്നിപ്പോയി. ഒരു ഇൻവേറ്റർ ആവശ്യമുണ്ട്, ആരോട് ചോദിക്കാൻ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് റൂമിലിരിക്കുമ്പോ ഒരാളിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഒരു ഉമ്മ ഇൻവേറ്റർ തരാൻ നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, ആ ഉമ്മക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആ ഉമ്മയുടെ ഭർത്താവ് ഖബറിലാണ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ദീനിന്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഉമ്മമാരെ സഹകരിക്കണം. ദീനിന്റെ കാര്യങ്ങൾ എവിടെ നടക്കുന്നുവോ അത് ആ ദീന്, ഈ ദീൻ, അങ്ങനെ ഒരു ദീന് മുസ്ലിമീങ്ങൾക്കില്ല. മുസ്ലിമീങ്ങൾക്കുള്ളത് ഒറ്റ ദീനാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്ത് ഏതായാലും ശരി, സുന്നത്ത് ജമാഅത്താണോ അതിനോട് സഹകരിക്കണേ ഉമ്മമാരെ. ഈ അടുത്ത് മലപ്പുറം ജില്ലയില് കാവന്നൂർ എന്ന സ്ഥലത്ത് ഞാൻ വാദിന് പോയി. അവിടെ വാദിന് മുമ്പ് ആ വേദി ഉദ്ഘാടനം ചെയ്യാൻ വടശ്ശേരി ഹസൻ മുസ്ലിയാർ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, പഴയ കാലത്ത് വലിയ പ്രഭാഷണം നടത്തിയ ഉസ്താദാണ്. ഇന്ന് തീരെ സുഖമില്ല, അത് കിഡ്നിക്ക് തകരാറ് പോലും സംഭവിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ. ആ വേദി ഉദ്ഘാടനം ചെയ്യുമ്പോ ഈ മാറ്റർ പറയുന്നത് മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാര് കേൾക്കാനാണ്, സഹോദരിമാര് കേൾക്കാനാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഉസ്താദ് അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ഈ അടുത്ത് ഞങ്ങളെ നാട്ടിൽ ഒരു പാത്തു കുട്ടിത്താത്ത മരണപ്പെട്ടു. ഒരു പാത്തും ദാത മരണപ്പെട്ടു. ആ പാത്തു താത്ത മരണപ്പെട്ടപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ചെന്നു, ദുആ ചെയ്യാൻ ഞാൻ ചെന്നു. എനിക്ക് ആ പാത്തു താത്തനെ പരിചയമില്ല. ഉസ്താദ് വാദിൽ പ്രസംഗത്തിൽ പറയാണ്, ആ പാത്തുത്താത്തൻ എനിക്ക് പരിചയമില്ല. പക്ഷേ ആ പാത്തുത്താത്ത ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഒരു ദിവസം ആ നാട്ടിൽ പരിപാടി നടക്കുമ്പോ ഈ പാത്തുത്താത്ത കഴുത്തിലുള്ള മാലയുണ്ട്, സ്വർണത്തിന്റെ മാലയാ. ആ മാലയങ്ങ് കഴുത്തിൽ നിന്നെടുത്തു നേരെ സ്റ്റേജിലേക്ക് കൊടുത്തയച്ചു. എന്നിട്ട് ഈ പാത്തുത്താത്ത എന്താ പറഞ്ഞത് എന്നറിയോ? ഉസ്താദേ, ദുആ ചെയ്യണം, സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തപുരം എ.പി. ഉസ്താദിന് ആരോഗ്യമുള്ള ദീർഘായുസ് ലഭിക്കാൻ ഒന്ന് ദുആ ചെയ്യണേ.
അല്ലാഹുവേ ഞങ്ങളെ ഒന്നരായ ഉസ്താദിന്റെ ആരോഗ്യം പഴയതിനേക്കാൾ ഉഷാറായി നീ തിരിച്ചു കൊടുക്കണം റഹ്മാനേ. ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ആ ഉസ്താദിന് വേണ്ടി സ്വർണത്തിന്റെ മാല കൊടുത്ത് ദുആ ചെയ്തപ്പോ നിങ്ങൾ നോക്ക്, ആ പാത്തുത്താത്ത അങ്ങ് മരണപ്പെട്ട വാർത്ത കേട്ടപ്പോ ജനങ്ങൾ ഒരുമിച്ച് കൂടി മയ്യത്ത് നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിപ്പോയി. ഉമ്മമാരെ, നിങ്ങളെ ജീവിതത്തിലും ഇതുപോലെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോ സഹകരിക്കുന്ന ഉമ്മമാരാകണോ. എന്നാൽ നിങ്ങളെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കുമ്പോ നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിപ്പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ ഒരുങ്ങുന്നു. മലക്കുകൾ ഇറങ്ങി വന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുപോയി. റൂഹ് പിടിക്കുന്ന മലക്കുകൾ വന്നുപോയി. എന്റെ മുഅ്മിനീങ്ങൾ ഒരു 2 മിനിറ്റ് നേരം എണീറ്റ് നിൽക്കുമോ? മുത്തുനബി തങ്ങൾ വഫാത്താവുകയാണ്. അത് ഇരുന്നിട്ട് കേൾക്കാൻ മനസ്സ് വരുമോ? ആയിഷ ഉമ്മയുടെ സദസ്സിൽ വീട്ടിലാണ്. എന്റെ ഉമ്മമാരെ, നിങ്ങൾക്കും നിൽക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കൂ. നിൽക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കൂ. ഇനി അങ്ങോട്ടിങ്ങോട്ടും തിരിയണ്ട. ഖൽബ് മുഴുവനും മുത്തുനബി തങ്ങളിൽ കൊടുത്തോ. അതാണ് ഈമാനിന്റെ ഖൽബ്, അതാണ് തഖ്വയുടെ ഖൽബ്. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വഫാത്താകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മലക്കുകൾ ഇറങ്ങി വന്നു. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഉണ്ട്. ഇതുവരെ വഹി കൊണ്ടുവന്നിരുന്ന മലക്കില്ലേ ജിബ്രീൽ അലൈഹിസ്സലാമും വന്നുപോയി. സുബ്ഹാനല്ലാഹ്. ചില മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഭാരം കുറഞ്ഞു പോകും. ചില മയ്യത്ത് തീരെ ഭിന്നയിക്കില്ല. കൊറിയ മയ്യത്ത് തീരെ ഭിന്നയിക്കില്ല. ചില മയ്യത്ത് അതാ ഭാരം കുറഞ്ഞു പോയി. ചിലപ്പോ നല്ല തടിയുള്ള മയ്യത്താണെങ്കിൽ ഈ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നവർ പറയൂ, മാ അഖഫ ഹാദിഹിൽ ജനാസ, ഈ മയ്യത്ത് എന്തൊരു ഭാരം കുറവാ. ഇത്രയും തടിയുണ്ടായിട്ടും ഭാരം കുറയാൻ കാരണമെന്ത്? ഈ മയ്യത്ത് ചുമക്കാൻ മലക്കുകൾ വന്നുപോയി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ മഹാനവരുകളുടെ മയ്യത്ത് ചുമക്കാൻ മഹാനവരുകളുടെ മയ്യത്തിന്റെ അരികിൽ 70,000 മലക്കുകൾ വന്നുപോയി. 70,000 മലക്കുകൾ വന്നുപോയി. ആ 70,000 മലക്കുകൾ വന്ന ചരിത്രം കാണാം. അവർ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ ഭാരം കുറഞ്ഞുപോയി. ഹബീബായ നബി തങ്ങളിലേക്ക് ആദ്യമായി വരുന്ന മലക്ക് റൂഹ് പിടിക്കുന്ന മലക്കല്ല, ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലഭാഗത്ത് നിൽക്കുന്നു. റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് വാതിലിന്റെ അരികിൽ നിൽക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം തലഭാഗത്ത് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബൈത്ത്. നബി തങ്ങളെ വീട്ടിലുള്ള എല്ലാവർക്കും അസ്റായീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞിട്ട് സമ്മതം ചോദിക്കുകയാണ്. അദ്ഖുലു, ഞാനങ്ങ് ഉള്ളിലേക്ക് വന്നോട്ടെ. സമ്മതം ചോദിക്കുകയാണ്, ഞാനങ്ങ് ഉള്ളിലേക്ക് വന്നോട്ടെ. അപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. നിങ്ങൾ വിളിച്ചാൽ ഇപ്പൊ ഉത്തരം ചെയ്യുന്ന സമയത്തല്ല തങ്ങളുള്ളത്, തങ്ങൾ തിരക്കില. എന്നിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. സമ്മതം ചോദിക്കുകയാണ് റൂഹ് പിടിക്കാൻ.
ഇതിന്റെ മുമ്പ് ഒരാളോടും സമ്മതം ചോദിച്ചിട്ടില്ല, ഇനി ഒരാളോടും സമ്മതം ചോദിക്കാറുമില്ല. ആകെ റൂഹ് പിടിക്കണോ വേണ്ടേ എന്ന സമ്മതം ചോദിച്ചത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാത്രമാണ് നബി തങ്ങൾ സമ്മതം കൊടുത്തു. കടന്നോട്ടെ. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം നബി തങ്ങളെ മുന്നിൽ വന്നങ്ങ് നിന്നു. എന്നിട്ട് ചോദിച്ചു, നബിയേ, എന്നെ അള്ളയാണ് തങ്ങളിലേക്ക് പറഞ്ഞയച്ചത്. തങ്ങൾ എന്ത് എന്നോട് കൽപ്പിക്കുന്നുവോ അതനുസരിക്കാൻ അള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് പൊരുത്തമാണെങ്കിൽ മാത്രമേ ഞാനങ്ങ് റൂഹ് പിടിക്കും നബിയേ. പൊരുത്തമില്ല എന്ന് കണ്ടാൽ ഞാനങ്ങ് മടങ്ങി പോകും നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇംലി ലിമാ ഉമിർത ബിഹി അസ്റായീൽ അലൈഹിസ്സലാം. എന്താണോ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളത് ചെയ്യൂ അസ്റായീൽ അലൈഹിസ്സലാം. എന്നിട്ടതാ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാൻ പോട്ടെ നബിയേ, ഇനി എനിക്ക് തങ്ങളെ കൂടെ നിൽക്കാനില്ല. ഇതുവരെ ഞാൻ വഹിയ കൊണ്ടുവരാൻ വന്നതാണ്. ഞാൻ ഭൂമി ചവിട്ടുന്ന അവസാന നേരമാണ് ഇത് നബിയേ. ഇനി ഞാൻ വരാനില്ല, ഞാൻ പോകട്ടെ നബിയേ. ഇനി ഒരിക്കലും വരാനില്ലാത്ത രൂപത്തിൽ പോകട്ടെ. അപ്പ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഹബീബായ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. യാ ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലയോ ജിബ്രീലേ, ഇത്രയും കാലം എന്റെ കൂടെയുണ്ടായിട്ട് ഇന്ദ ശിദ്ദതി തതുറുകുനി, എന്റെ ഈ പ്രയാസം പിടിച്ച ഈ സമയത്ത്, എന്റെ ഈ വേദനയുള്ള ഈ സമയത്ത്, ഈ ലോകത്തോട് ഞാൻ വിട പറയുന്ന സമയത്ത് എന്നെ വിട്ടു പോകാൻ മനസ്സ് വരുന്നുവോ ജിബ്രീലേ അലൈഹിസ്സലാം? ഇത്രയും കാലം എന്റെ കൂടെ നിന്നതാണല്ലോ ജിബ്രീൽ. ഇനി നിങ്ങൾക്ക് ഈ വേളയിൽ ഇപ്പോഴല്ലേ എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാകേണ്ടത്? അത്രയും പ്രയാസം പിടിച്ച ഒരു സമയത്തല്ലേ ഞാനുള്ളത്? ഈ നേരത്താണോ എന്നെ വിട്ടിട്ട് നിങ്ങൾ പോകുന്നത് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ലാ അസ്തതിഉ അൻ അൻദുറ ഇലൈക, തങ്ങളിലേക്ക് എനിക്കിപ്പോ നോക്കാൻ കഴിയില്ല. നബിയെ, തങ്ങൾ മരണത്തോട് അടുക്കുകയാണ്. ഇപ്പൊ മരണത്തെ അഭിമുഖീകരിക്കുകയാണല്ലോ. എനിക്ക് ആ രൂപത്തിൽ തങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ല നബിയേ. ഞാനങ്ങ് മടങ്ങുന്നു നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങി പോവുകയാണ്. റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്നുപോയി. ഭാര്യമാരവിടെയുണ്ട്, കുടുംബാംഗങ്ങൾ അവിടെയുണ്ട്, എല്ലാവരും ഉള്ള സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ട മകളല്ലേ, ബാപ്പാന്റെ അടുത്ത് വന്നു. അവസാനം എന്റെ ബാപ്പാനോട് എനിക്കൊന്ന് സംസാരിക്കണം. നബി തങ്ങൾ മിണ്ടുന്നില്ല. മരണത്തെ അഭിമുഖീകരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഫാത്തിമ ബീവി പറയുന്നത്, കല്ലിംനി കല്ലിമതൻ കലിമതൻ തുതയ്യിബു ബിഹാ നഫ്സി. നബിയേ, അവിടുന്ന് ഒരു വാക്ക് പറയുമോ? കൂടുതലൊന്നും പറയണ്ട ബാപ്പാ. മകളായ എനിക്ക് ബാപ്പ വഫാത്താകണ ഈ സമയത്ത് ഒരു വാക്ക് കേട്ടാ മതി, എന്റെ മനസ്സിന് സമാധാനം കിട്ടും. ഒരു വാക്ക് പറയുമോ ബാപ്പാ? ഫകല്ലമഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവിയോട് സംസാരിച്ചു. എന്നിട്ട് ഫാത്തിമ ബീവിയോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഫാത്തിമ ബീവി മാറി നിൽക്കുകയാണ്. ഫാത്തിമ ബീവി തൊട്ടപ്പുറത്ത് മക്കളുണ്ട്. ആരാണ് മക്കൾ? പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ.
മക്കളോട് ഉമ്മ പറഞ്ഞു, മക്കളെ നിങ്ങളെ വല്യുപ്പാന്റെ അടുത്ത് പോകൂ മക്കള്, വല്യുപ്പ വഫാത്താവുകയാണ്. അന്ന് ചെറിയ മക്കളാണ്. അവരങ്ങ് വന്നു. അവർ സുബ്ഹാനല്ലാഹ് ഈ പേരമക്കൾ ഹസൻ ഹുസൈൻ തങ്ങളെ എപ്പ നബി തങ്ങളെ കണ്ടാലും അവരെ ഒന്ന് കയ്യിലെടുക്കൂ, അവരെ ഒന്ന് ചുംബിക്കൂ, അവർക്കൊരു മുത്തം കൊടുക്കൂ. പക്ഷെ ഈ സമയത്ത് ചുംബിക്കാൻ നബി തങ്ങൾക്ക് കഴിയുന്നില്ല, അടുപ്പിക്കാൻ കഴിയുന്നില്ല, മുത്തം കൊടുക്കാൻ കഴിയുന്നില്ല. ഈ പേരമക്കൾ വല്യുപ്പാന്റെ രംഗം കണ്ടപ്പോ ബക്കയാ ബുകാഅൻ ശദീദാ, ഈ രണ്ട് പേരമക്കളും അവിടുന്ന് ജോറായി കരയാൻ തുടങ്ങി. മൂത്ത പേരകുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഉപ്പാപ്പ അലാ തൻദുറു ഇലയ്യ നളറതൻ വാഹിദ വതുകല്ലിമനി കലിമതൻ വാഹിദ അദ്കുറുഹാ ബഅദക ഫീ അയ്യാമി ഹയാതി. അല്ല ഉപ്പാപ്പ, ഒന്നിങ്ങോട്ട് നോക്കിക്കൂടെ, ഒരു നോട്ടം നോക്കിക്കൂടെ, ഒരു വട്ടം മിണ്ടിക്കൂടെ, സംസാരിച്ചുകൂടെ? ആ രംഗം ഞങ്ങളെ ജീവിതകാലത്ത് എപ്പോഴും നമുക്ക് ഓർക്കാൻ കഴിയും. ഉപ്പാപ്പ ഒന്ന് തിരിഞ്ഞു നോക്കുമോ? ഇതങ്ങ് കേട്ടപ്പോഴാണ് അവിടുന്ന് എന്ത് ചെയ്തു? ഉപ്പാപ്പയങ്ങ് അടുപ്പിച്ചു. അതാ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു. എല്ലാവരും കരഞ്ഞുപോയി, അടുത്തുള്ള എല്ലാവരും കരഞ്ഞുപോയി. ഇനിയുള്ള രംഗം പറയാൻ കഴിയില്ല. അത് കേൾക്കുമ്പോൾ കരയാത്ത കണ്ണുകളില്ല, അത് പറയുമ്പോൾ നനയാത്ത കൽബുകളില്ല, നനയാത്ത കണ്ണുകളില്ല, പെടയാത്ത കൽബുകളില്ല. എല്ലാവരും കാത്തു നിൽക്കുമ്പോ റബീഉൽ അവ്വൽ 12 കുടുംബം അടുത്തുണ്ട്, സ്വഹാബത്ത് അടുത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയി. അന്ത ഉമ്മൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي. ورك ورسلات مدينة إليك ذلوا الصلاة أهل النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറവ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ ശേഷം ഒരു സ്വഹാബിയുടെ ചരിത്രത്തിൽ കാണാം, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ ഖബർ ശരീഫിൽ നിന്ന് കയറി വന്നു. എല്ലാ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ നിൽക്കുമ്പോ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു കൈവിരലിലുള്ള മോതിരമങ്ങെടുത്തു. ചെറുപ്പക്കാര്, ഈ ചരിത്രമങ്ങ് കൽബിൽ കുത്തിവെച്ചോ, കാരണവന്മാരെ കുത്തിവെച്ചോ, വാള് കേൾക്കുന്ന ഉമ്മമാര്, വാള് കേൾക്കുന്ന സഹോദരിമാര് മനസ്സിലങ്ങ് കുത്തിവെച്ചോ. മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങൾ കൈവിരലിലുള്ള മോതിരമങ്ങെടുത്ത് ഹബീബായ നബി തങ്ങളെ ഖബർ ശരീഫിലേക്ക് മോതിരമങ്ങ് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, അന ആഖിറു അഹദിന്റെ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഹബീബായ നബി തങ്ങളോട് അവസാനമായി കടപ്പാട് കാണിച്ച സ്വഹാബിൻ ഞാനാണ് കേട്ടോ. മുത്തുനബി തങ്ങളെ ഖബർ ശരീഫിന്റെ ഉൾഭാഗം സ്പർശിച്ച മോതിരമുണ്ടല്ലോ, അത് എന്നിൽ മാത്രമാണല്ലോ.
ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങളെയെല്ലാം മീസാനിന്റെ അരികിൽ കാത്തിരിക്കുന്നു, ഹൗദുൽ കൗസരിന്റെ അരികിൽ കാത്തിരിക്കുന്നു, സിറാത്ത് പാലത്തിങ്കൽ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലു, ഖൽബ് മദീനയിലേക്ക് തിരിച്ച് ഈ സദസ്സിൽ നിന്ന് നല്ല ആശിഖീങ്ങളായി തിരികെ പോകണേ എന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ നമ്മുടെ മഹത്തായ സദസ്സ് നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ജനങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ഉറക്കയങ്ങ് ചൊല്ലിയിട്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്തെല്ലാം ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ, ആണുങ്ങളുണ്ടോ പെണ്ണുങ്ങളുണ്ടോ, മജ്‌ലിസ് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, എല്ലാവർക്കും അവരുടെ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. രോഗികളുണ്ടോ, പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. കച്ചവടക്കാരുണ്ടോ, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജോലിക്ക് പോകുന്നവരുണ്ടോ, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് തങ്ങളുപ്പാപ്പ വരുന്നു. ഇൻഷാ അല്ലാഹ് വന്ന ഉടനെ നമ്മുടെ ജലാലിയ സദസ്സ് ആരംഭിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ജലാലിയ റാത്തീബ് മജ്‌ലിസിലേക്ക് കിടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന വന്യരായ മുഖ്താർ തങ്ങൾ അവരുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.